بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه ومن تبع رشده. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. إنا أنزلنا إليك الكتاب بالحق إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما واستغفر الله إن الله كان غفورا رحيما ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما يستخفون من الناس ولا يستخفون من الله يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. من സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ ഹാജിമാരെ, ഹജ്ജുമമാരെ, സർവശക്തനായ രാജാതിരാജനായ അർശിൻ്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിക്കാനും ജീവിക്കാനും പാടുപെട്ടുകൊണ്ട് ഇരിക്കുക. അതിന് നമുക്കേവർക്കും റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപദേശങ്ങൾ നിട്ട് കേൾക്കുന്നതിന് ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളിൽ പ്രത്യേകിച്ച് ചെയ്ത് കഴിഞ്ഞതായ സൽക്കർമ്മങ്ങളെ അവരിൽ നിട്ടും നമ്മിൽ നിട്ടും അള്ളാഹു സ്വീകരിക്കട്ടെ. പുണ്യഭൂമിയിലേക്ക് വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തു വന്നതായ വിഷയത്തിൻ്റെ പരിപൂർണതയാണ് ഇന്ന് ഇവിടെ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ മറന്നു കാണുകയില്ല,
കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വിവരിച്ചത് ഹദീസ് നിഷേധികൾ വെച്ച് പുലർത്താറുള്ളതായ സംശയങ്ങൾക്ക് മറുപടിയായിരുന്നു. ഈ മദീനയിലേക്ക് വരുന്നവരും മദീനയിൽ താമസിക്കുന്നവരും മദീനയിലൂടെ നാം സംസാരം, ചർച്ച, വിഷയങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുമായ ഭാഗമാണല്ലോ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനരാശിയുടെ നന്മക്കായി, ഹിദായത്തിനായി, സന്മാർഗത്തിനായി നിയോഗിച്ചതായ മുർസലുകളുടെ നേതാവായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാം ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞതായ മാസമായ മുഹറം മാസം ഓതുന്നതായ ഹിജ്റ വർഷം നമ്മോട് കുറിക്കുന്നതായ ഭാഗമാണ്. ഈ നാട്ടിലേക്ക്, നാം ഇരിക്കുന്ന ഭൂമിയിലേക്കാണ് പണ്ടൊരു കാലഘട്ടത്തിൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി 1433 വർഷം മുമ്പുള്ളതായ റബീഉൽ അവ്വൽ മാസത്തിൽ കടന്നു വന്നത്. ആ ദൂതരെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവൻ്റെ നബിയായി നിയോഗിച്ചിട്ടുള്ളത് തന്നെ ഇൻ അലൈക ഇല്ലൽ ബലാഗ് വമാ അലൈക ഇല്ലൽ ബലാഗ് എന്ന തത്വവും ദൗത്യവും നിർവഹിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നിങ്ങളുടെ ജോലി എത്തിച്ചു കൊടുക്കലാണ്. നിങ്ങളുടെ ജോലി എത്തിച്ചു കൊടുക്കലല്ലാതെ മറ്റൊന്നുമല്ല. ആ ദൗത്യം ശരിക്ക് നിർവഹിച്ചു പോയിട്ടുണ്ട് എന്നത് വിശ്വസിക്കുന്നവരാണ് നാം. അതിന് തെളിവ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൂതരിലൂടെ നമ്മളിലേക്ക് അയച്ചതായ വഹി പരിപൂർണമായി, അത് ഖുർആനാവട്ടെ നബിവചനമാവട്ടെ, നമ്മുടെ മുമ്പിൽ സുരക്ഷിതത്വത്തോടുകൂടി ഇന്നും ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കും എന്നതാണ്. അത് ഒരാൾ മുസ്ലിമാണെങ്കിൽ വിശ്വസിച്ചിരിക്കണം. വിശ്വസിക്കൽ നിർബന്ധമാണ്. കാരണം അവൻ ഉൾക്കൊള്ളുന്ന ആദർശത്തിൻ്റെ നിലനിൽപ്പ് അതിലൂടെയാണ്. അവൻ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിൻ്റെ നിലനിൽപ്പ് അതിലൂടെയാണ്. അവൻ ഉൾക്കൊള്ളുന്നതായ ആദർശവും വിശ്വാസവും ശരി എന്നത് സ്ഥിരീകരിക്കുന്നത് അതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഫുർഖാനുൽ അളീം നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചതായ എന്തെല്ലാം തത്വങ്ങളുണ്ടോ, വിശ്വാസപരമായതാവട്ടെ, ആചാരപരമായതാവട്ടെ, ചരിത്രപരമായതാവട്ടെ, എന്തെല്ലാം ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, സംഭവ വികാസങ്ങൾ, കഴിഞ്ഞു പോയത്, കഴിയാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം വിശുദ്ധ ഫുർഖാനുൽ അളീമിലുണ്ടോ അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളിൽ നിന്നിട്ട്, ഖുർആനല്ല സുന്നത്തിൽ നിന്നിട്ട് സ്ഥിരീകരിക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട, വിശ്വാസയോഗ്യമായ സനദിലൂടെ നമ്മളിലേക്ക് എത്തിയതായ കാര്യങ്ങൾ എന്തുണ്ടോ അതെല്ലാം ദീനാണ്, മതമാണ്, റബ്ബ് ഇറക്കിയതാണ് എന്നത് വിശ്വസിക്കൽ സത്യവിശ്വാസിയുടെ, മുസൽമാൻ്റെ, ഒരു മുസ്ലിമായ പുരുഷൻ്റെ, മുസ്ലിമത്തായ പെണ്ണിൻ്റെ ബാധ്യതയാണ്, കടപ്പാടാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ അവൻ്റെ ഈമാൻ പരിപൂർണമല്ല. അതുകൊണ്ട് തന്നെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ വിശദീകരിച്ച ഭാഗമായിരുന്നു സത്യനിഷേധികൾ, ഹദീസ് നിഷേധികൾ. യഥാർത്ഥത്തിൽ അവരങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ എത്തിച്ചേർന്നത് കുഫ്റിലേക്കാണ്, അനിസ്ലാമിക തത്വത്തിലേക്കാണ്. മുർത്തദ്ദാവുക എന്ന മഹാപാപമാണ് അവരതിലൂടെ ചെയ്യുന്നത്. കാരണം ഖുർആനിൻ്റെ നല്ലൊരു ഭാഗത്തെ അവർ നിഷേധിക്കുന്നു. അവർക്ക് പേര് വെക്കേണ്ടത് ഖുർആനിസ്റ്റെന്നല്ല, ഖുർആൻ നിഷേധികൾ എന്നതാണ് അവരുടെ യഥാർത്ഥ പേര്. ഖുർആൻ അവരംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആൻ സ്ഥിരീകരിക്കുന്ന സുന്നത്തിനെ, ആ ഖുർആൻ സ്ഥാപിക്കുന്ന സുന്നത്തിനെ, ആ ഖുർആൻ സ്ഥാപിക്കുന്ന ആ സുന്നത്ത് അംഗീകരിച്ച് ലോകത്തിലേക്ക് പ്രചരിപ്പിച്ച സഹാബാക്കളുടെ ദൗത്യത്തെ, അവർ കൊണ്ടുവന്നതായ, അവർ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതായ ഖുർആനിൻ്റെ ദൗത്യത്തെ, ആ ഖുർആനിൻ്റെ വിശദീകരണത്തെ, ഖുർആൻ ഉൾക്കൊള്ളുന്ന ആദർശത്തെ അവർ അംഗീകരിച്ചിരുന്നേനെ.
നാം 1400 പരം വർഷം വിട്ടുകിടന്നിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ കാണാത്തതായ ഒരു പ്രത്യേക നയമാണ്, ഒരു പ്രത്യേക ആദർശമാണ്, ഒരു പ്രത്യേക വ്യതിയാനമാണ്, ഒരു പ്രത്യേക ഭിന്നിപ്പാണ് നാം കണ്ടത് ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരിൽ ചിലരിൽ. അതിൽ അറബികളിൽ വളരെ ചുരുക്കം, ഏറ്റവും കൂടുതൽ അനറബികളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മേഖലകളിൽ എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു. ഇന്ത്യൻ മേഖലകളെന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന പേരിൽ 200ഓളം വർഷങ്ങൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്നതായ നാടുകളിൽ, അതിലിപ്പോൾ പറയുന്ന പാകിസ്ഥാൻ ഉൾക്കൊള്ളുന്നു, ഇപ്പോൾ പറയുന്ന ശ്രീലങ്കയോ അല്ലെങ്കിൽ സിലോണോ ഉൾക്കൊള്ളുന്നു, ഇപ്പോൾ പറയുന്നതായ നേപ്പാളും ബർമയും ഉൾക്കൊള്ളുന്നു. അങ്ങനെയുള്ള നാടുകളിലാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഹദീസ് നിഷേധികളെ കാണുന്നത്. അറബ്യൻ നാടുകളിൽ ഹദീസ് നിഷേധികൾ ഏതോ ഒരു പ്രഭാതത്തിൽ ഉടലെടുത്തപ്പോൾ അത് ഓറിയന്റലിസ്റ്റുകാരിൽ നിന്നിട്ട് അല്ലെങ്കിൽ പാശ്ചാത്യരിൽ നിന്നിട്ട് പിൻകാലഘട്ടത്തിലാണല്ലോ പാശ്ചാത്യർ അറിയപ്പെട്ടത് 500 കൊല്ലം മുമ്പ് ഏകദേശം, അഥവാ അമേരിക്കൻ പോലത്തെ നാടുകൾ, പ്രത്യേകിച്ച് ബ്രിട്ടൻ, അതിൻ്റെ പരിസരം, അവിടെ നിന്നിട്ടെല്ലാം ആ നാട്ടിലേക്ക് പോയി കൂടി മടങ്ങി വന്നതായ അറബികളിൽ നിന്നിട്ട് ഉടലെടുത്തതായ തത്വങ്ങളും ചിന്താഗതികളുമായിരുന്നു അത് ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് കൊണ്ടുവന്നവർ ജമാലുദ്ദീൻ അഫ്ഗാനിയാണെന്നും അപ്രകാരം തന്നെ മുഹമ്മദ് റഷീദ് റിളയെ പോലോത്ത, മുഹമ്മദ് അബ്ദുനെ പോലോത്ത, ഇന്ന് കേൾക്കാൻ പോകുന്ന അഹമ്മദ് അമീനെ പോലത്തതായ ആൾക്കാരിലൂടെയാണ് എന്നും നാം പഠിച്ചു. അങ്ങനെയുള്ളവരിലൂടെയാണ് കേരളത്തിലേക്ക് എത്തിയത് എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മംഗലാപുരത്തിലേക്ക് എത്തിയത് എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്നാൽ ഇന്ത്യയിലേക്ക് എത്തിയത് വേറെ ചില ആൾക്കാരിലൂടെയാണ് ഇന്ത്യയിൽ ആ തത്വം വ്യാപകമായത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതൊക്കെ ഞാൻ മടക്കി പറയുന്നത് വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. നാം പഠിച്ച പ്രധാന പോയിന്റും പ്രധാന തത്വവും എന്താണ്? അങ്ങനെയുള്ളവർ കൊണ്ടുവന്നതായ നിഗമനത്തിലൂടെയാണ് ഹദീസ് നിഷേധം ഉടലെടുത്തത്. അതിൽ നിന്നിട്ട് അറബിയിൽ വ്യാപകമായ കരിഞ്ചന്ത ആയിരുന്നു യഥാർത്ഥത്തിൽ ബുദ്ധിപൂജയ്ക്ക് അറബിയ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈജിപ്റ്റ്, അതിൻ്റെ പരിസരം ആണ് എന്നല്ലാതെ ഇപ്പോൾ നാം ജീവിക്കുന്ന സൗദി അറേബ്യയോ അതിൻ്റെ പരിസരമോ അല്ല. ഇവിടേക്ക് അങ്ങനെയുള്ളതായ നിഷേധികളുടെ തത്വങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല, അത് പ്രചരിച്ചിട്ടുണ്ടായിരുന്നില്ല, ബുദ്ധിപൂജ അവർ അംഗീകരിച്ചിരുന്നില്ല. കാരണം റസൂല് കൊണ്ടുവന്ന ഹദീസ് വേണ്ട എന്നോ അത് അംഗീകരിക്കാൻ അറബിയെ ലഭിക്കുകയില്ല. കാരണം അറബികൾക്ക് അവർക്കറിഞ്ഞ ഖുർആനിൻ്റെ അർത്ഥം അവരുടെ ഭാഷയിലായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു തത്വമാണ് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അള്ളാഹു നിയോഗിച്ചത് തന്നെ ആ റസൂലിലേക്ക് അള്ളാഹു ഇറക്കി കൊടുത്തതായ ഖുർആൻ, ആ റസൂലിൻ്റെ ഉമ്മത്തുകൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഖുർആൻ റസൂലായിരിക്കണം വിവരിച്ചു കൊടുക്കേണ്ടത് എന്നത് അള്ളാഹ് പറഞ്ഞതായ ദൗത്യം, ആ ഉത്തരവാദിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. ആ നിർവഹിച്ചതായ വേളയിൽ നബിയിൽ നിന്നിട്ട് നേർക്ക് നേരെ കേട്ടതായ സഹാബാക്കളാണ് മുഹാജിറുകൾ, അവരാണ് അൻസാറുകൾ. അവർ പറയുന്നതനുസരിച്ചിട്ടായിരിക്കണം ഖുർആനിനെ നാം പഠിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ആ വിശദീകരണം റസൂലുള്ളാഹി നൽകിയത് അവരാണ് നേരിട്ട് കേട്ടത്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തതാണ്, ആദരിച്ചെടുത്തതാണ്. ഏറ്റവും ഉത്തമ സമുദായമാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിൽ കൂടെ തന്നെ പറഞ്ഞതാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യരാശിയിലേക്ക് നിയോഗിക്കപ്പെട്ടതായ ജനങ്ങളിൽ നിന്നിട്ട് ഉത്തമ സമുദായം നിങ്ങളാണെന്ന് പറയുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് ആരെയാണ്? ഖൈറുന്നാസി ഖർനി, എൻ്റെ സമൂഹം, അതാണ് ഉത്തമ സമൂഹം എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹദീസിലൂടെ പഠിപ്പിച്ചതായ തത്വമാണ് ഖുർആൻ വിവരിച്ചത്. ആ ഉത്തമ സമുദായം എന്ന ആ വിശേഷത ഉൾക്കൊള്ളുന്ന വിഭാഗത്തെ പിൻപറ്റുക എന്നത് യഥാർത്ഥത്തിൽ ബാധ്യതയാണ്, നിർബന്ധമാണ്, ചുമതലയാണ്. അത് പിൻപറ്റിയില്ലെങ്കിൽ നമ്മുടെ നമസ്കാരം സ്വീകാര്യോഗ്യമാവുന്നതല്ല, നമ്മുടെ നോമ്പ് സ്വീകാര്യോഗ്യമാകുന്നതല്ല, നമ്മുടെ സക്കാത്ത് സ്വീകാര്യോഗ്യമാകുന്നതല്ല, നമ്മുടെ ഹജ്ജ് സ്വീകാര്യോഗ്യമാകുന്നതല്ല. നാം മതത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ഏത് അമലുകൾ പരിശോധിച്ചാൽ അവകളെല്ലാം സഹാബാക്കൾ വിവരിച്ച വിവരണത്തിൻ്റെ പിന്നിൽ എന്ത് വേണം?
ആയിരിക്കണം, അല്ലാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ടാവാൻ പാടുള്ളതല്ല, നമ്മുടെ ബുദ്ധി നമ്മോട് പറയുന്ന രൂപത്തിലാവാൻ പാടുള്ളതല്ല, മറിച്ച് അവരെ പിൻപറ്റുക തന്നെ വേണം. ഇത് ഖുർആൻ്റെ കൽപ്പനയായിരുന്നു, നിർബന്ധ കൽപ്പനയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതായ ഭാഗമായിരുന്നു. അതിൽ നിന്നിട്ട് വ്യതിചലിച്ചവരാണ് ഒന്നിരിക്കലോ അല്പ ഹദീസ് തള്ളുന്നവർ, അതിൽ നിന്നിട്ട് വ്യതിചലിച്ചവരാണ് ഒന്നിരിക്കലോ മുഴുവൻ ഹദീസ് തള്ളുന്നവർ, അവരിൽ നിന്നിട്ട് വ്യതിചലിച്ചവരാണ്, അവരെ പിൻപറ്റാത്തവരാണ് 3 വക്തുകാരായി മാറിയവർ, 4 വക്തുകാരായി മാറിയവർ, റസൂൽ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കാൻ സാധിക്കാത്തവർ, റസൂലുള്ള നോമ്പ് പിടിച്ചതുപോലെ നോമ്പ് പിടിക്കാൻ സാധിക്കാത്തവർ, റസൂലുള്ള ഹജ്ജ് ചെയ്തതുപോലെ ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്തവർ. അള്ളാഹു അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നിട്ട് പിഴച്ചു പോയവരെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. സത്യത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവർക്ക് മരണം വരേക്കും ആ സത്യത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, നാം ചൊല്ലുന്നതായ കലിമത്തൈ ഷഹാദ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ നാം അത് പറയുന്നത് പോലെ വിശ്വസിക്കുന്നവരായി മാറണമെങ്കിൽ, അത് അംഗീകരിക്കുന്നവരായി മാറണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു അല്ലാതെ ഇലാഹില്ല വേറെ എന്ന ആ തൗഹീദിന്റെ വചനം പഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനല്ലാതെ ആരാധനയില്ല, അവനോടല്ലാതെ പ്രാർത്ഥനയില്ല, അവനല്ലാതെ അറിവില്ല, അവനല്ലാതെ നേർച്ചയില്ല, അവനല്ലാതെ ജീവിതമില്ല, അവനല്ലാതെ മരണമില്ല എന്ന തൗഹീദിന്റെ വചനം, അതാണ് വജ്ഹത്ത് കുറിക്കുന്നത്, അതാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നത് കുറിക്കുന്നത്, അതാണ് നാം ഓതുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് കുറിക്കുന്നത്, അതാണ് നാം 17 തവണ നിർബന്ധമായി ദൈനംദിനം ഓതുന്നതായ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ കുറിക്കുന്നത്. അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പദം കുറിക്കുന്നത് എന്താണ്? അള്ളാഹു നിയോഗിച്ചതായ മദീനത്ത് അന്ത്യവിഷമം കൊള്ളുന്നവരായ, ഈ നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടരണം, അവരിൽ മാതൃക കണ്ടെത്തണം, അവർ ജീവിച്ചതുപോലെ ജീവിക്കണം എന്നതാണ്. അത് രണ്ടും അംഗീകരിക്കുമ്പോഴാണ് ഖുർആൻ അംഗീകരിച്ചവരായി മാറുക, അല്ലെങ്കിൽ ഖുർആൻ അംഗീകരിച്ചവരായി മാറുന്നതല്ല. അപ്പോൾ കലിമത്തു തൗഹീദിന്റെ ഒരു ഭാഗമാണ് നാം അംഗീകരിക്കുന്ന, നാം ചെല്ലേണ്ട അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ വാക്ക് നാം അംഗീകരിച്ചവരായി മാറണമെങ്കിൽ എന്ത് വേണം? സുന്നത്ത് അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, സുന്നത്ത് തള്ളുന്നവർ നാം ഇപ്പോൾ സുന്നത്താണെന്ന പേരിൽ ചെയ്യുന്ന ഇസ്ലാമിൻ്റെ പകുതി തള്ളേണ്ടി വരുന്നു. ഇനി അവരംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഖുർആനിലുള്ള ധാരാളം കൽപ്പനകൾ തള്ളേണ്ടി വരുന്നു. അത് അമൽ ചെയ്യാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതുപോലെ, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, റസൂൽ എത്തിച്ചു തന്നു കഴിഞ്ഞു. ആ എത്തിച്ചു തന്നതിനെ നാം എന്ത് വേണം? പരിപൂർണമായി കണ്ണടച്ച് ബുദ്ധിക്ക് യോജിക്കാതിരിക്കട്ടെ, അംഗീകരിക്കുകയും വേണം. പിന്നെ അവർക്ക് സംശയമുണ്ടായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേൾപ്പിച്ചതായ അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ഫസൽനാഹു തഫ്സീല. വടക്കേ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനുള്ള സ്ഥലത്ത് ജീവിച്ചതായ ചൊക്രാലവി എന്ന് പറയുന്ന മനുഷ്യൻ, അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇന്ത്യയിൽ അഴിച്ചു വിട്ടതായ കരിഞ്ചന്ത 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ, അവരുടെ നൂറ്റാണ്ട്, അതിൽപ്പെട്ടതാണ് മൂപ്പര് പ്രചരിപ്പിച്ചതായ തത്വത്തിൽ ഖുർആനിൽ എല്ലാ തഫ്സീലും ഉണ്ടെന്നല്ല പറഞ്ഞത്. അപ്പോൾ മൂപ്പര് മനസ്സിലാക്കിയത് ഉറുദു ഭാഷയിൽ ഉപയോഗിക്കുന്ന തഫ്സീൽ എന്ന പദത്തിൻ്റെ അർത്ഥമാണെന്നാണ്. അങ്ങനെയല്ല. ഖുർആനിൽ തഫ്സീൽ എന്ന് പറഞ്ഞാൽ വിശദീകരണം എന്നേ അതിനർത്ഥമുള്ളൂ. വിശദീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം, എന്നല്ലാതെ തഫ്സീൽ സേ എന്ന് ഉറുദുവിൽ പറയുമ്പോഴുള്ള അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഖുർആനിൽ തഫ്സീൽ എന്ന് പറയുമ്പോൾ തൗദീഹ് എന്നാണ്. തൗദീഹ് എന്ന് പറഞ്ഞാൽ വിവരിക്കുക. അള്ളാഹ് പറഞ്ഞതിനെ റസൂൽ എന്ത് ചെയ്യുക? വിവരിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മറ്റായത്തിലൂടെ, എന്ത്? വൻസൽനാ ഇലൈക ദിക്റ, നിങ്ങളിലേക്ക് നാം ഖുർആൻ ഇറക്കിയത് ലിതുബയ്യിന ലിന്നാസി, അവർക്ക് തൗദീഹ് ചെയ്യാൻ, ബയാൻ ചെയ്യാൻ, വിശദീകരിച്ചു കൊടുക്കാൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തഫ്സീലുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നല്ലാതെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തല്ല, ഖുർആനിൽ എ മുതൽ സെഡ് വരെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നർത്ഥത്തിലേക്കല്ല. ചെറുതും വലുതുമായ, സഗീറും കബീറുമായ എല്ലാം
വിശദീകരിച്ചു പറഞ്ഞു എന്ന അർത്ഥത്തിലേക്കല്ല. നോക്കൂ മറ്റൊരായത്ത്, ഇന്ന അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, ഞാൻ ഓതി വെച്ചത്, നിങ്ങളിലേക്ക് സത്യത്തോടു കൂടി സത്യമാകുന്ന ഖുർആനിനെ അള്ളാഹു നിങ്ങളിലേക്ക് ഇറക്കി തന്നു. ലിതഹ്കുമ ബൈനന്നാസി, ആരാണ് അതിൻ്റെ വിശദീകരണം നൽകേണ്ടത്? അത് വിധിക്കേണ്ടത് നിങ്ങൾ വിധിക്കണം. ബൈനന്നാസി, ജനങ്ങളുടെ ഇടയിൽ. ബിമാ അറാക്കല്ല, അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന, ഇറക്കി തരുന്ന, പഠിപ്പിച്ചു തരുന്ന രൂപത്തിൽ. വലാ തകുല്ലിൽ ഖായിനീന ഖസീമാ, വഞ്ചകർക്ക് നിങ്ങൾ കൂട്ടാളിയായി മാറരുത്, കൂട്ടുനിൽക്കരുത്. അതുപോലെ തന്നെ ഒമാ ആതാകുമുർ റസൂലു ഫഖുദു, റസൂല് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്തുണ്ടോ അത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന ആയത്ത് കഴിഞ്ഞ് ക്ലാസ്സിൽ നാം ഓതിയല്ലോ. അതും വിശദീകരണം എന്ന് പറയുന്നതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഹദീസിനെ ഖുർആനെ വിശദീകരിച്ചത്, ആ വിശദീകരണം റസൂൽ ഹജ്ജ് ചെയ്ത് കാണിച്ചെന്നു പറഞ്ഞു. ഇതാ ഹജ്ജ് ശരിക്കും പഠിച്ചോളീൻ മനസ്സിലാക്കിക്കോളീൻ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതായ, അതെ, നിങ്ങൾ മുസ്ദലിഫയിൽ നിന്നിട്ട് വിട വാങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ പോകുന്ന ഭാഗത്തേക്ക് പോകണം. ഇവർ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിലോ കുറച്ച് ജനങ്ങൾ അവിടുന്ന് മുസ്ദലിഫയുടെ ബേക്കെന്ന് റാഫിദികൾ കാട്ടുന്ന മാതിരി, ഷിയാക്കളുണ്ടല്ലോ, കാട്ടുന്ന മാതിരി വേറെ ഏതെങ്കിലും കുന്നിൽ കയറിയിട്ട് മക്കയിലേക്ക് പോകണമെങ്കിൽ പോകണമെന്നോ, അത് ജിദ്ദയിലേക്ക് പോകണമെങ്കിൽ പോകണമെന്നാണോ? ജനങ്ങൾ പോകുന്ന വഴിയിൽ കൂടി നിങ്ങൾ പോകണമെന്ന് ഖുർആൻ പറയുന്നു. ഖുർആനിസ്റ്റുകാരെന്ത് അർത്ഥം വെക്കും? എവിടേക്ക് പോകും? മുസ്ദലിഫയിൽ നിന്ന് എവിടേക്ക് പോകും? മിനയിലേക്ക് പോകാനുള്ള പറഞ്ഞു? മിനയിലേക്ക് പോകാനുള്ള പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ജനങ്ങൾ പോകുന്ന വഴിയിൽ കൂടി പോകാനാണ്, ജനങ്ങൾ ഒലിക്കുന്ന വഴിയിൽ കൂടി ഒലിക്കാനാ പറഞ്ഞത്, അല്ലേ? അപ്പോൾ അവിടെ റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു മുസ്ദലിഫയിൽ നിന്ന് എവിടേക്ക് പോകണമെന്ന്. റസൂൽ എവിടേക്ക് പോയി? മിനയിലേക്ക് പോയി, അല്ലേ? മിനയിലേക്ക് പോയതിന് ശേഷം പിന്നെ വരുന്നതായ അവർ പറയുന്നതനുസരിച്ചിട്ട് പിന്നെ അവർക്ക് എന്തേ ചെയ്യാനുള്ളൂ? ഖുർആൻ പറയുന്നതനുസരിച്ചിട്ട് മക്കയിൽ പോവാ, തവാഫ് ചെയ്യുക. അള്ളാഹ് തവാഫ് ചെയ്യണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് തുടങ്ങണം? എങ്ങനെ തവാഫ് ചെയ്യണം? ഇല്ല, ഖുർആനിലില്ല. ഉണ്ടോ? 7 തവാഫ് 7 കറക്കം കറങ്ങണമെന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. അല്ലാഹ് ഫല്യതവഫു ബിൽ ബൈത്തിൽ അതീഖ്, ബൈത്തിൽ അതീഖിൽ പോയിട്ട് നിങ്ങൾ കറങ്ങണമെന്നേ അല്ലാഹ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എത്ര കറങ്ങണം, എങ്ങനെ കറങ്ങണം, എവിടുന്ന് ആരംഭിക്കണം, എവിടെ അവസാനിക്കണം, ഇതൊന്നുമില്ല. എന്തുകൊണ്ട്? അങ്ങനെയുള്ള വിശദീകരണം നൽകുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആൻ മൊത്തത്തിൽ എന്ത് പറയുന്നു? നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. എങ്ങനെ? റസൂല് ചെയ്ത് കാണിച്ചെന്നതുപോലെ, റസൂല് പഠിപ്പിച്ചെന്നതുപോലെ, റസൂല് വിശദീകരിച്ചെന്നതുപോലെ. അതിനാണ് റസൂലിൻ്റെ ആവശ്യം എന്നതാണ്. ഇല്ലെങ്കിലോ പോക്കറ്റിൽ നിന്നിട്ട് മതമുണ്ടാക്കേണ്ടി വരും, പോക്കറ്റിൽ നിന്നിട്ട് ദീൻ ഉണ്ടാക്കേണ്ടി വരും. ഒരു ഖുർആനിസ്റ്റ് പറഞ്ഞു പോലോ, എന്ത്, ഞാൻ ഖുർആൻ അനുസരിച്ചിട്ട് ഹജ്ജ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മൂപ്പരുടെ ഹജ്ജിൻ്റെ കോലം എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞ മാതിരി മിനയിൽ രാപാർക്കൽ ഉണ്ടാവില്ല. തവാഫ് എത്ര ചെയ്യണം, നിസ്കരിക്കേണ്ടത് എത്രയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ ഖുർആൻ പറയാത്തത് കൊണ്ട് ചിലർ 1 റക്അത്ത് എന്ന് പറയുന്നു. ഈ 1 റക്അത്ത് തന്നെ എന്തില്ല, എവിടുന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കണം? റുക്കൂഇൽ നിന്നിട്ട് ഇഅ്തിദാലിൽ പോകാതെ നേരിട്ട് സുജൂദിലേക്ക് പോകുന്ന രംഗം പാകിസ്ഥാനിൽ ഇപ്പോഴുള്ള ലാഹോറിലുള്ളതായ അബ്ദുള്ള എന്ന ആ ഖുർആനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സത്യനിഷേധി, ഖുർആൻ നിഷേധി പറഞ്ഞ ശൈലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതെ, അപ്പോൾ നാം എന്ത് പറഞ്ഞു? അങ്ങനെയുള്ള വിശദീകരണമല്ല ഖുർആൻ നൽകുന്നത്. എന്താ തെളിവ്? ഖുർആനിൽ എത്രയോ ഉമൂമിയാത്തുകൾ കാണാം, വ്യക്തമാക്കി പറയാതെ വ്യക്തം റസൂലുള്ളാഹിനെ കൊണ്ട് പറയിപ്പിച്ചതായ ഉമൂമിയാത്ത്, ഉസൂലിയാത്ത്, മബാദികൾ എന്നൊക്കെ അതിന് വേണമെങ്കിൽ മലയാളത്തിൽ അർത്ഥം വെക്കാം. ഇതുപോലെ ക്ഷീണം വരുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ വിഷയത്തിൻ്റെ പരിപൂർണതയാണ്. കേട്ടോളീൻ, ശ്രദ്ധിച്ച് കേട്ടോളീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചില കാര്യങ്ങൾ സുന്നത്തിലൂടെ വന്നതാണ് എന്ന് സൂചന നൽകുന്നുണ്ട്. ഖുർആൻ തന്നെ സുന്നത്തിനെ സ്ഥിരീകരിക്കുന്ന ഭാഗമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ മദീനയിൽ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ പലയിടങ്ങളിലും ഉണ്ടാവാം. പക്ഷേ മദീനയിൽ എൻ്റെ സദസ്സിലിരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ഖിബില ചേഞ്ച് നടന്നില്ലേ, അല്ലേ? ഖിബില ചേഞ്ച് നടന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി മദീനയിലേക്ക് വന്ന ഉടനെ നമസ്കരിക്കുമ്പോൾ മുന്നിട്ടത് അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് എവിടേക്കാണ്? ബൈത്തുൽ മഖ്ദിസിലേക്ക്, അല്ലേ?
അതുകൊണ്ട് തന്നെ മദീനയിലുള്ള പഴയ പള്ളികൾ, റസൂലുള്ളാഹിന്റെ പള്ളി, ഖുബാ പള്ളി, ഖിബ്ലത്തൈൻ പള്ളി, അതെല്ലാം രണ്ട് ഖിബ്ലയുടെ പള്ളിയാണ്. കാരണം ആദ്യം അവിടെയെല്ലാം ഖിബ്ല ഏത് ഭാഗത്തേക്കായിരുന്നു? വടക്ക് ഭാഗത്തേക്കായിരുന്നു. പിന്നെ ഖിബ്ല മാറിയപ്പോൾ എന്ത് ചെയ്തു? കഅബയുടെ ഭാഗത്തേക്കായി മാറി, അല്ലേ? കഅബയുടെ ഭാഗത്തിലേക്ക് ആയി മാറി. മക്കയിലുണ്ടായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ടപ്പോൾ യഥാർത്ഥത്തിൽ മുന്നിട്ടിരുന്നത് എവിടെയായിരുന്നു? രണ്ട് റുക്കിൻ്റെ ഇടയിലാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. രണ്ട് റുക്ക് എന്ന് പറഞ്ഞാൽ റുക്കുനുൽ യമാൻ, റുക്കുൽ ഹജർ അസ്വദ്. ഇത് രണ്ടിൻ്റെ ഇടയിൽ കൂടി നിസ്കരിക്കുമ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് മുന്നിടയിൽ വരുന്നു. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. അള്ളാഹു പറയുന്നു, മാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. നിങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നതായ ഖിബിലയെ ക്യാൻസൽ ചെയ്തിട്ട്, എന്തിനാണ് അങ്ങനെയുള്ളൊരു ഖിബില താൽക്കാലികമായി ഞാൻ ഉണ്ടാക്കി, പിന്നെ അത് ക്യാൻസൽ ചെയ്തു, എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഖിബിലയിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കി. മുമ്പ് നിങ്ങളുണ്ടായ ഖിബിലയെ, അത് ശ്രദ്ധിക്കുക. എൻ്റെ കൂടെ അല്ലേ നിങ്ങൾ? എൻ്റെ കൂടെയാണെങ്കിൽ മനസ്സിലാക്കാം. മുമ്പുണ്ടായ ഖിബിലയാകുന്ന ബൈത്തുൽ മഖ്ദിസിലേക്ക് മുന്നിട്ടിട്ട് നമസ്കരിക്കണമെന്ന് ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ടോ? ഖുർആൻ പറയുന്നു, നിങ്ങൾ മുമ്പ് മുന്നിട്ട ഖിബിലയെ എന്തിന് ഞാൻ അങ്ങനെ ചെയ്തു, പിന്നെ അത് ചേഞ്ച് ചെയ്തു. അതുണ്ടോ ഖുർആനിൽ? അപ്പോൾ ഖുർആനിൽ സൂചനയുണ്ട്. എന്ത്? ഞാൻ നിങ്ങളോട് മുന്നിടാൻ വേണ്ടി പറഞ്ഞ എന്തിലൂടെയാണ്? വഹയിലൂടെയാണ്. ആ വഹി എന്താണ്? ഖുർആനല്ല, പിന്നെന്താണ്? ഹദീസാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഹദീസിലൂടെ നിങ്ങൾക്ക് ഞാൻ വിവരം അറിയിച്ചു തന്നിട്ടുണ്ട്. എന്ത്? മുന്നിടേണ്ടത് മദീനയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഹദീസിലൂടെ നിങ്ങൾക്ക് ഞാൻ വിവരം തന്നിട്ടുണ്ട് എന്ന് ആര് പറയുന്നു? ഖുർആൻ പറയുന്നു. അപ്പോൾ ഒന്നിരിക്കലോ നിങ്ങൾ പറയുന്നത് ഖുർആൻ മാത്രം അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ ആ ഹദീസ് ശരിയല്ല, ഖുർആൻ സൂചിപ്പിക്കുന്ന ഹദീസ് ശരിയല്ല, ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞ ഹദീസ് ശരിയല്ല എന്നാണ് അവരുടെ തൊള്ള കൊണ്ട് തന്നെ അവരുടെ തത്വം പറയുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഒമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുൻത അലൈഹാ, നിങ്ങൾ ഏതൊരു ഖിബിലയുടെ മീതിയായിരുന്നു അഥവാ ബൈത്തുൽ മഖ്ദിസിലേക്ക് മുന്നിടുക എന്ന ഖിബില, അതെന്തിനാണ് ഞാൻ താൽക്കാലികമായി നിങ്ങൾക്ക് 17-18 മാസം മുന്നിടാൻ വേണ്ടി പറഞ്ഞത്? ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. റസൂൽ വല്ലതും പറയുമ്പോൾ റസൂൽ പറഞ്ഞത് പോരാ, അല്ലാഹ് തന്നെ ഖുർആനിൽ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കാല് മാറാതിരിക്കാൻ, ബേക്കോട്ടടിക്കാതിരിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്ന ആൾ ആരാണ്, പിൻപറ്റാത്ത ആൾ ആരാണ് എന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഹദീസ് നിഷേധികളാര്, ഹദീസ് നിഷേധിക്കാത്തവരാര് എന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയുള്ള ഖിബിലയാക്കിയത്. ആ ഖിബില സുന്നത്തും ഈ ഖിബില ഖുർആനും. ഏത് ഖിബില? ഏത് ഖിബില? കഅബയിലേക്ക് മുന്നിടുക എന്നതാണ് അള്ളാഹ് കൽപ്പിച്ചത്. അള്ളാഹിന്റെ കൽപ്പന എന്താ വന്നത് കൂട്ടരെ? പിന്നെയും മനസ്സിലായില്ല, കേറിയില്ല. അള്ളാഹിന്റെ കൽപ്പന എന്താ വന്നത്? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഇതല്ലേ അള്ളാഹിന്റെ കൽപ്പന വന്നത്? നിങ്ങൾ ആകാശത്തിലേക്ക് കൈ പൊക്കിയും കൊണ്ട് അല്ലെങ്കിൽ കണ്ണു പൊക്കിയും കൊണ്ട് എപ്പോഴാണ് പഴയ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായ ഖിബില ചേഞ്ചായിട്ട് അവർക്കിഷ്ടമുള്ള ഖിബിലയായ കഅബയിലേക്ക് മുന്നിടാൻ കൽപ്പന വരുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അള്ളാഹ് പറയുന്നു ഫവല്ലി വജ്ഹക. അതുകൊണ്ട് ഇതാ ഖുർആന്റെ നിയമം വരുന്നത് എന്താണ്? ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അല്ലയോ ദൂതരേ, നിങ്ങൾ ഇന്നു മുതൽ കഅബയിലേക്ക് മുന്നിട്ട് നമസ്കരിക്കുക. അപ്പോൾ ഖുർആനിലുള്ളത് ഏത് ഖിബിലയാണ്? കഅബയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കണമെന്ന ഖിബിലയാണ്. അള്ളാഹ് തന്നെ പറയുന്നു, എന്തിനാണ് അങ്ങനെ ഒരു പ്രത്യേക താൽക്കാലിക ചേഞ്ച് ഉണ്ടാക്കിയത്? ആരാണ്? റസൂലുള്ള പറയുന്നത് അംഗീകരിക്കുന്നു, റസൂലുള്ള പറഞ്ഞതിനെ അംഗീകരിക്കാതിരിക്കുന്നു. ഹദീസ് അംഗീകരിച്ചിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് മുന്നിട്ടിട്ട് ആര് നിസ്കരിക്കുന്നു, ആര് നിസ്കരിക്കാതിരിക്കുന്നു എന്നത് പരിശോധിക്കാൻ റസൂലുള്ളാഹിനോട് പിൻപറ്റൽ അത് ഖുർആൻ അംഗീകരിക്കലാണ് എന്ന് തെളിയിക്കുന്ന വളരെ ശക്തിയുള്ള തെളിവാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നാം കേട്ടത്. മനസ്സിലായോ? അപ്പോൾ ഖുർആൻ നിഷേധികളായ, ഹദീസ് നിഷേധികളായ, ഖുർആനിസ്റ്റ് എന്ന് പറയുന്ന ഖുർആൻ നിഷേധികൾ എന്ത് പറയും ഇവിടെ? ശ്രദ്ധിക്കണം. എന്തെങ്കിലും തൊള്ളയിൽ തോന്നിയത് പറഞ്ഞിട്ട് മതം വിശ്വാസം, ആദർശം
അടിയറ വെക്കുക എന്ന ആ സ്വഭാവം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതുപോലെ ഇസ്ലാമിൽ നിന്നിട്ട് ഗെറ്റൗട്ടായി പോകുന്ന പ്രശ്നമാണ്. അവൻ്റെ ഭാര്യ അവൻ അറിയാതെ തലാഖായി, അവൻ്റെ ഭാര്യ അവൻ ഉൾക്കൊള്ളുന്ന ആദർശം ഉൾക്കൊള്ളാത്തവളാണെങ്കിൽ, അവൻ മൂന്നൊക്തുകാരനാണെങ്കിൽ, മൂന്നൊക്തുകാരൻ എപ്പോഴാകുന്നു അല്ലെങ്കിൽ ഹദീസ് നിഷേധം എപ്പോൾ വരുന്നു, ആ നിമിഷത്തിൽ അവൻ്റെ ഭാര്യ എന്തായി? തലാഖ് പോയി. അവൻ്റെ ഭാര്യയുമായിട്ട് പിന്നെ സമ്പർക്കം പുലർത്തൽ അത് സിനയാണ്, വ്യഭിചാരമാണ്. അങ്ങനെയുള്ളവരെന്ന എന്ത് വേണം? ഉടനെ തന്നെ ഭാര്യയിൽ നിന്നിട്ട് വേർപ്പെടുത്തണം. അതും പറഞ്ഞ് അടക്കുന്ന വിഭാഗത്തെ. പിന്നെ മക്കയിൽ അവർ കടക്കാൻ പാടില്ല, മദീനയിൽ കടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ ഹദീസ് നിഷേധിക്കലോടുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട അതിൻ്റെ കുറിപ്പ് അല്പം കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ആ കുറിപ്പിൽ നിങ്ങൾക്ക് വായിക്കുകയും ചെയ്യാം. എന്ത്? കാഫിരീങ്ങളാണ് ഹദീസ് നിഷേധികൾ എന്ന് നാം സ്ഥിരീകരിച്ചതായ ഭാഗം. ഇനി നാം പരിശോധിച്ച് നോക്കുക. നമുക്ക് പരിചയമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ്സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. അങ്ങനല്ലേ? സഹോദരന്മാരെ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു? എന്താ? 12 മാസമാണ് ഒരു വർഷത്തിന്. ആകാശഭൂമിയെ സൃഷ്ടിച്ചേട മുതൽ അള്ളാഹിൻ്റെ തീരുമാനം അങ്ങനെയാണ്. അതിൽ 4 പവിത്രതയുള്ളതാണ്. എവിടെ 4? ഖുർആൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ ഈ ആയത്തിൽ പറഞ്ഞ 4 ഇന്നതാണെന്ന് ഖുർആനിൽ കാണാൻ സാധിക്കുന്നതല്ല. ആ 4 എവിടെ? ഹജ്ജത്തുൽ വദാ എന്ന ചരിത്രപ്രധാനമായ അള്ളാഹിൻ്റെ ദൂതർ പോയ ഹജ്ജത്ത് വദാ, ലോകത്തോട് ഇവിടെ വാങ്ങിയതായ ആ ഹജ്ജിൽ ലോകത്തോട് ഇവിടെ വാങ്ങുമ്പോൾ സംസാരിച്ചതായ ആ പ്രസംഗത്തിൽ, മിനയിൽ വെച്ചിട്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ കാണാം അള്ളാഹുവിൻ്റെ ദൂതർ പറയുന്നതായ ഭാഗം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇന്ന الزمان قد استدار كهيئته يوم خلق السماوات والأرض. ആകാശഭൂമിയെ സൃഷ്ടിച്ചേട മുതൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വർഷത്തിൽ 12 മാസമാണ്. അതിൽ 4 മാസം പവിത്രതയുള്ള മാസമാണ്. 3 ഒന്നിച്ചുള്ളതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, അൽ മുഹറം റസൂലുള്ളാഹിന്റെ വാക്കാണ്. എന്നിട്ട് റസൂൽ പറയുന്നു റജബ്. ഈ 4 മാസം പവിത്രതയുള്ള മാസമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിശദീകരണമായിട്ടാണ് മുസ്ലിം ലോകം പഠിച്ചത്. ഹദീസിൽ വിശ്വസിക്കുന്ന, സ്വീകാര്യയോഗ്യമായ, സ്ഥിരീകരിക്കപ്പെട്ട ഇതുപോലെയുള്ള ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ളതായ ഹദീസുകൾ, സ്ഥിരീകരിക്കപ്പെട്ട ഹദീസുകളിൽ വിശ്വസിക്കുന്നതായ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ ഇല്ല അല്ലാഹ് പറഞ്ഞ ആയത്തിൻ്റെ വിശദീകരണം മനസ്സിലാക്കാൻ. ആർക്കാണ് പ്രശ്നം? പ്രശ്നം ഹദീസ് നിഷേധികൾക്കാണ്. അവർ പറയും ഞങ്ങൾ ചരിത്രം താരീഖിലൂടെ മനസ്സിലാക്കും. എന്ത് താരീഖടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകിയതായ മുമ്പന്മാരായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിസരത്തിൽ ജീവിച്ചവരായ ആ സഹാബാക്കൾ പറഞ്ഞ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. ചരിത്രം പറയുന്ന അംഗീകരിക്കാം അല്ലേ? ഇസ്ലാമിൽ ചരിത്രത്തിന് വല്ല അടിസ്ഥാനമുണ്ടോ? ചരിത്രം ഹദീസിൻ്റെ സഹായമില്ലാതെ ചരിത്രത്തിന് നിലനിൽപ്പില്ല. ഹദീസിൻ്റെ സഹായമില്ലാതെ ഇൽമു തഫ്സീറിന് നിലനിൽപ്പില്ല. ഹദീസിൻ്റെ സഹായമില്ലാതെ ഇൽമുൽ ഫിഖ്ഹിന് നിലനിൽപ്പില്ല. ഹദീസിൻ്റെ സഹായമില്ലാതെ ഇസ്ലാമിൻ്റെ ഏത് വിജ്ഞാനത്തിനും നിലനിൽപ്പില്ല. എന്തുകൊണ്ട്? ഹദീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് സിഫീൻ യുദ്ധം നടന്നു, ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ജമൽ യുദ്ധം നടന്നു, ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇന്ന യുദ്ധങ്ങൾ നടന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന വിഭാഗം പോയി അവിടെ ചെന്നിട്ട് അവിടെ ഇസ്ലാം മത പ്രബോധനം ചെയ്തു, അവർ നാടുകൾ റിപ്പബ്ലിക്കാക്കി എന്നീ കാര്യങ്ങളൊക്കെ നാം പരിശോധിച്ച് നോക്കിയാൽ ഖുർആനിൽ വളരെ പരിമിതമായ ഭാഗമാണ് പറയുന്നത് ചരിത്രങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങൾ മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ വരുമ്പോൾ അത് നമുക്ക് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ എന്ത് വേണ്ടി വരും?
ഹദീസിൻ്റെ സഹായം വേണ്ടി വരും. അതെങ്ങനെയാണ്? എൽമുൽ ഹദീസാണ് സ്ഥിരീകരിക്കുന്നത്. എന്ത്? ആ റിപ്പോർട്ട് ശരിയാണോ, ആ റിപ്പോർട്ട് ശരിയല്ലേ, അങ്ങനെയുള്ളൊരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അംഗീകരിക്കുന്നത്. അതിന് അംഗീകാരം ആര് നൽകി? അള്ളാഹ് നൽകി. എവിടെ നൽകി? ഖുർആനിലൂടെ നൽകി. എവിടെയാണത്? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅ, മുഹമ്മദിനോട് കൂടി അള്ളാഹ് ശിക്ഷിച്ച വിഭാഗം സല്ലല്ലാഹു അലൈഹി വസല്ലം. അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. അള്ളാഹുവിന്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണവർ, റുക്ഉം സുജൂദും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണവർ എന്ന് മാത്രമല്ല, തറാഹും റുക്അൻ സുജ്ജദ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ് ദാലിക മസലുഹും ഫി തൗറാത്ത്. സുജൂദ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത അവരിൽ നിങ്ങൾക്ക് പ്രകടമായി കാണാം. അവരുടെ മുഖത്ത് നിന്ന് മാത്രമല്ല, മുഖത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത രീതിയിലാസകലം. സഹോദര സഹോദരിമാർ, ഇങ്ങനെ അള്ളാഹ് വിശേഷിപ്പിച്ച സഹാബാക്കളാണ് താബിഈങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് അവരുടെ കാലഘട്ടത്തിൽ നടന്നതായ സംഭവ വികാസങ്ങൾ ഇസ്ലാമുമായി ബന്ധിക്കുന്നത്. ആ താബിഈങ്ങളാണ് താബിഈങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. അവരാണ് നമ്മുടെ ഇമാമുകൾ. അവരാണ് നമ്മുടെ പേരെടുത്തതായ നമ്മുടെ ഇടയിൽ നമ്മുടെ മുമ്പിലേക്ക് ഗ്രന്ഥങ്ങളിലൂടെ അത്തരം കാര്യങ്ങൾ എത്തിച്ചതായ ഇമാമുകൾ. സഹോദര സഹോദരിമാരെ, പിന്നൊരു സംഭവം പെട്ടെന്ന് മനസ്സിലാവാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എല്ലാവരും. റമദാൻ മാസത്തിൽ നാം പറഞ്ഞിട്ടുണ്ട്, അന്ന് എൻ്റെ ക്ലാസ് കേട്ടവർക്ക് അവരുടെ ഓർമ്മയിലുണ്ടാവാം. നമുക്കറിയാം, റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ കുറിച്ച്, വ്രതമനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ത്? സ്ത്രീകളുമായിട്ട് സമ്പർക്കം പുലർത്താൻ പാടില്ല എന്ന കാര്യം. ഉഹില്ല ലക്കും ലൈലത്തസ് സിയാം, അല്ലേ? ഉഹില്ല ലക്കും ലൈലത്തസ് സിയാം الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل. ഞാനിപ്പോൾ റമദാനിൻ്റെ വിധിവിലക്കുകൾ പറയല്ല, നമ്മുടെ വിഷയവുമായിട്ട് ടച്ചുള്ള ബന്ധമുള്ള പ്രധാന ഒരു പോയിന്റ്, അത് ശ്രദ്ധിക്കണം. അള്ളാഹ് പറയുന്നു, നിങ്ങൾക്ക് റമദാൻ രാത്രികളിൽ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് സമ്പർക്കം പുലർത്താൻ റമദാനിൽ ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമി, റമദാൻ രാത്രികളിൽ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് നിങ്ങൾക്ക് സമ്പർക്കം പുലർത്താവുന്നതാണ്. പകലിൽ പാടുള്ളതല്ല, രാത്രിയിൽ നിങ്ങൾക്ക് അനുവദനീയമാണ്. അതെ. അർറഫതു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടെ വസ്ത്രമാണ്, അപ്രകാരം തന്നെ നിങ്ങൾ അവരുടെ വസ്ത്രവുമാണ്. അതൊക്കെ ഒരു സാഹിത്യ ശൈലിയാണ് ഖുർആന്റെ. കഴിഞ്ഞോ? അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും. ശ്രദ്ധിക്കുക, അള്ളാഹുവിനറിയാം നിങ്ങൾ നിട്ടുന്ന ചിലരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ശരീരത്തെ വഞ്ചിക്കുന്നുണ്ട്, അവരുടെ ആത്മാവിനെ വഞ്ചിക്കുന്നുണ്ട്. അഥവാ ഈ റമദാൻ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി വിധി വന്നപ്പോൾ ചില ആൾക്കാർ, സഹാബാക്കൾ തുടക്കത്തിൽ രാത്രിയും ബന്ധം പുലർത്താറുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തു ചെയ്തു? ചില ആൾക്കാർ, മനുഷ്യന്മാരല്ലേ, മനുഷ്യ സഹജമായിട്ട് ആരിലും വരാം. റമദാൻ രാത്രികളിൽ എന്തു ചെയ്തു? ബന്ധം പുലർത്തി. അപ്പോൾ ആ സമയത്ത് നിയമം വന്നിട്ടില്ല. അതുകൊണ്ട് ആ നിയമം വരുന്നതിന് മുമ്പ് അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു. മുമ്പുള്ള നിയമം അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്തിരുന്നില്ല? ബന്ധം പുലർത്തിയിരുന്നില്ല. ഇടയ്ക്ക് ചില ആൾക്കാരെന്ത് ചെയ്തു? അവരിൽ നിന്നിട്ട് സംയോഗമുണ്ടായി. ആ സംയോഗമുണ്ടായതിനെ കുറിച്ച് അള്ളാഹ് പറയുന്ന ശൈലി എന്താണ്? അലിമല്ലാഹു അന്നക്കും തഖ്താനൂന അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു എന്ന ശൈലിയാണ് അള്ളാഹ് ഉപയോഗിച്ചത്. ഇവിടെ നാം റമദാൻ മാസത്തിൽ പഠിച്ചൊരു പോയിന്റ് ഉണ്ട്, അത് പഠിച്ചോളി. അതെന്താണ്? എന്തുകൊണ്ട് അള്ളാഹ് അങ്ങനെ പറഞ്ഞു?
അള്ളാഹ് ഖുർആനിൽ വല്ല നിലക്കും അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായിട്ടോ അല്ലെങ്കിൽ മറവി കാരണത്താലോ വല്ല തെറ്റുകളും വരികയാണെങ്കിൽ അവിടെയെല്ലാം അള്ളാഹ് ഉപയോഗിക്കാറുള്ളതായ ശൈലി ഒമാ അൻസാനീഹു ഇല്ല ഷൈത്താൻ അൻ അദ്കുറ, അല്ലേ അല്ലേ? എവിടെയാണത്? സൂറത്തുൽ കഹ്ഫിൽ. എന്താ പ്രശ്നം? എവിടെ മത്സ്യം ഓടിയെന്ന്. സംഗതി എന്താണ്? ആ സന്ദർഭത്തിൽ ഞാൻ മറന്നുപോയി എന്ന് പറയുന്നതിന് പകരം കൂട്ടുകാരൻ എന്ത് പറഞ്ഞു? മൂസയോട് അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? എന്നെ പിശാച് മറപ്പിച്ചു. ഫഅൻസാഹു ശൈത്താനു ദിക്റ റബ്ബിഹി ഫലബിഥ ഫിസ്സിജ്നി ബിദ്അ സിനീൻ. പിശാച് അദ്ദേഹത്തിനെ മറപ്പിച്ചു കളഞ്ഞു. എന്ത്? രാജാവിനോട് കാര്യം പറയുന്നതിന് തൊട്ട് ആരെ? യൂസുഫിൻ്റെ കൂടെയുള്ള ആളെ. യൂസുഫിന് കൂടെയുള്ള ജയിൽ പുള്ളിയോട് പറഞ്ഞു, പോയാൽ രാജാവിനോട് പറയണം എൻ്റെ കാര്യമെന്ന്. അത് മറപ്പിച്ചു. അത് കാരണത്താൽ കുറേ കൊല്ലം ജയിലിൽ കൂടേണ്ടി വന്നു അല്ലേ? അവിടെ എന്താ പറഞ്ഞത്? ആര് മറപ്പിച്ചു? പിശാച്. എന്താ റമളാൻ മാസത്തിൽ ഉള്ള സംഭവം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാച് മറപ്പിച്ചോന്നോ, പിശാച് നിങ്ങളെ വഞ്ചിച്ചോ എന്ന പദം ഉപയോഗിച്ചില്ല. അവിടെ ഉപയോഗിച്ച പദം എന്താണ്? നിങ്ങളുടെ ശരീരം നിങ്ങളെ വഞ്ചിച്ചു എന്നതാണ്. കാരണം എന്താ നാം പറഞ്ഞ? റമളാനിൽ പിശാച് റമളാനിലില്ല. പിശാച് റമളാനിൽ അറസ്റ്റാണ്. അതുകൊണ്ടാണ് അവിടെ പിശാച് എന്നുള്ള പദം ഉപയോഗപ്പെടാത്തത്. മനസ്സിലായില്ലേ? അതല്ല നമ്മുടെ പ്രശ്നം. അല്ലാഹ് പറയുന്നു, അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും. എന്താണ് ഖിയാനത്ത് എന്നത്? ചൂട്ടുകത്തി നോക്കിയാൽ ഖുർആനിൽ കാണാൻ സാധിക്കൂല. എന്താണ് അവർ കാട്ടിയത് എന്ന് നമുക്കെങ്ങനെ വിവരം കിട്ടി? ഹദീസിലൂടെ വിവരം കിട്ടി. ഖുർആനിലുണ്ടോ എന്താണ് ഖിയാനത്ത് എന്ന്? അങ്ങനെ ഒരു തെറ്റ് അവരിൽ നിന്നിട്ട് വന്നു. നേരെ മറിച്ചായിരുന്നു അവർ കാട്ടേണ്ടത്. അവരെൻ്റെ കൽപ്പന വരുന്നതിന് മുമ്പ് സംയോഗം ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന സൂചന റബ്ബ് നൽകുമ്പോൾ അവർ ചെയ്ത തെറ്റ് സംയോഗമാണ് എന്ന് ഇവിടുന്ന് പഠിച്ചു, ഹദീസിലൂടെ പഠിച്ചു. പക്ഷെ ഖുർആനിൻ്റെ വിശദീകരണം ഹദീസില്ലാതെ നമുക്ക് ഖുർആനെ മനസ്സിലാക്കാൻ തന്നെ പലയിടങ്ങളിലും പല ആയത്തുകളിലും സാധിക്കുകയില്ല എന്നതിലേക്ക് എന്താണ് ഈ സംഭവം? തെളിവാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അല്ലാഹ് പറയാൻ കാരണം, വഅൻസൽനാ ഇലൈക ദിക്റ, നിങ്ങൾക്ക് എന്തിനാണ് മുഹമ്മദേ ഞാൻ ഖുർആൻ ഇറക്കിയത്? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവർക്ക് നാം ഇറക്കിക്കൊടുത്ത ഖുർആനെ നിങ്ങൾ വിവരിച്ചു കൊടുക്കണം. അവരുടെ പോക്കറ്റിൽ നിന്നിട്ട് അർത്ഥം വെക്കാൻ പറ്റൂല. സദസ്യരിൽ ആജിമാരുണ്ട് എന്നെനിക്കറിയാം. ചിലപ്പോൾ അവർക്ക് പലതും ചോദിക്കാനുണ്ടാവാം. ക്ലാസ് അവസാനിക്കുന്നവരെ ഇരിക്കുന്നവരാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കുകയും ചെയ്യാം. ഞങ്ങൾ തീരുമാനിച്ചൊരു വിഷയമാണ്, സബ്ജക്റ്റാണ് ഇത്. എല്ലാവരും പഠിക്കേണ്ട കാര്യവുമാണ്. സഹോദര സഹോദരിമാരെ, സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് നിഷേധികളെ, ഇന്ത്യൻ മേഖലയിലുള്ളതായ ഹദീസ് നിഷേധികൾ ഖുർആനിൻ്റെ അർത്ഥം അവർക്ക് ഹദീസിൻ്റെ സഹായം തേടാത്തത് കാരണത്താൽ ഇഷ്ടാനുസരണം വെക്കേണ്ടി വന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൽ എത്രത്തോളം എവിടേക്കെത്തിയെന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകത്തിൽ വായിക്കാൻ സാധിച്ചു. ഖുർആനിൻ്റെ അർത്ഥം വെച്ചപ്പോൾ ഷിർക്ക് എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം പഠിച്ചു വരുന്ന ഷിർക്കല്ല. നാം ഒറിജിനൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആ 1400 വർഷം മുമ്പുള്ള റസൂല് പഠിപ്പിച്ച ശൈലി അനുസരിച്ചിട്ട് ജീവിച്ച, സഹാബാക്കളുടെ തത്വമനുസരിച്ച് ജീവിച്ച, താബിഈങ്ങളുടെ തത്വമനുസരിച്ച് ജീവിച്ച നമ്മുടെ ഇമാമുകൾ സ്ഥിരീകരിച്ചു പോയ ആ ഷിർക്കല്ല. അതെന്താണ് നമുക്കറിയാം. ഖുർആനുള്ള പഠിപ്പിക്കുന്നതായ ഷിർക്ക് അതെന്താണ്? വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹിൻ്റെ കൂടെ തുല്യതയുള്ള ഒന്നുമില്ല, എന്തുമില്ല, എവിടെയുമില്ല, എപ്പോഴുമില്ല, ആരുമില്ല, ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായിട്ടുമില്ല. അതാണ് അല്ലേ? അള്ളാഹുവിനോട് തുല്യതയുള്ളത് ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്താൻ പാടില്ല.
അള്ളാഹിനെ ആരാധിക്കും പോലെ ഷിട്ടികളെ ആരാധിക്കാൻ പാടില്ല, പൂജ പാടില്ല, ആൾ പൂജ പാടില്ല. അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കും പോലെ ഷിട്ടികളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അത് മരിച്ചവരാവട്ടെ ജീവിക്കുന്നവരാവട്ടെ ബിംബങ്ങളാവട്ടെ അല്ലെങ്കിൽ ആൾ പൂജ നടത്തുന്നതായ മനുഷ്യൻ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ ആവട്ടെ, ഒലിമാരാവട്ടെ, നബിമാരാവട്ടെ, അള്ളാഹ് പറയുന്നത് ആരെയും അന്നൽ മസാജിദ ലില്ലാഹ്, ഭൂമിയിലുള്ള സർവ്വ പള്ളികളും പള്ളികളുടെ ഉടമകളായ മുസ്ലിങ്ങളെ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു ഷിട്ടുകളോടും അതോടൊപ്പം പ്രാർത്ഥിച്ചു കളയരുത്. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. സൂറത്തുൽ ജിന്നിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു. എന്നിട്ട് റബ്ബ് പറയുന്നു നബിയോട്, നാം പഠിക്കുന്ന ശിർക്ക് അതാണ്. റബ്ബ് പറയുന്നു നബിയോട് ഖുൽ, അതേ സൂറത്തിൽ തന്നെ, ഇന്നമാ അദ്ഉ റബ്ബി, എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, റബ്ബിൻ്റെ കൂടെ ഒരു സൃഷ്ടിയെ, ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ ഞാൻ പങ്കു ചേർക്കുന്നതേ അല്ല. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, നേർച്ചയാക്കലിൽ, ആരാധനയുടെ ഏതീനത്തിൽ. അതാണ് ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന പേരിൽ നാം പഠിച്ചു വരുന്ന സത്യവിശ്വാസികൾ അംഗീകരിച്ചു വരുന്ന ഷിർക്ക്. അതാണ് ഷിർക്ക്. ശരിക്ക കമ്പനിയാക്കുക, ഷിർക്ക് കമ്പനിയാക്കുക. അള്ളാഹിൻ്റെ കൂടെ അള്ളാഹ് അല്ലാത്തവരെ അള്ളാഹ് കൊടുക്കേണ്ടതായ പ്രത്യേക അവകാശത്തിൽ പങ്കു ചേർക്കുക എന്നതാണ്. ഹൽ തഅലമു ലഹു സമീയ, റബ്ബിൻ്റെ കൂടെ റബ്ബോട് തുല്യമുള്ള വല്ലതിനെയും നിങ്ങൾക്ക് പരിചയമുണ്ടോ, അറിവുണ്ടോ? ഖുർആൻ ചോദിക്കുകയാണ്. ഇല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ ഫലാ തജഅലു ലില്ലാഹി അൻദാദ. ആദ്യത്തെ മനുഷ്യന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹ് കൽപ്പിച്ച ഖുർആനിലുള്ള കൽപ്പനയാണ്. ആദ്യത്തെ പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിലുള്ള യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും എന്ന ആയത്ത് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലാണ്. അവിടെ അള്ളാഹ് പറയുന്നത് ഫലാ തജഅലു ലില്ലാഹി അൻദാദ, റബ്ബിനോട് നിങ്ങൾ ഷിട്ടികളെ തുല്യപ്പെടുത്തി കളയരുത്. റബ്ബിനോട് നിങ്ങൾ ഷിട്ടികളെ തുല്യപ്പെടുത്തി കളയരുത്. ഇതാണ് ഷിർക്ക് എന്ന പദം കൊണ്ട് നാം പഠിക്കുന്നത്. ശ്രദ്ധിക്കണം. ഖുർആനിസ്റ്റ് എന്ന പേരിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഹദീസ് നിഷേധികൾ പറയുന്ന തത്വത്തിൻ്റെ മുഖവുരയാണ് ഞാൻ നൽകുന്നത്. അവർ ഷിർക്കിന് അർത്ഥം വെച്ച കൂട്ടത്തിൽ എന്ത് പറയുന്നു? മുഹമ്മദ് നബിയെ അംഗീകരിക്കൽ ഷിർക്കാണ്. മുഹമ്മദ് നബി അംഗീകരിക്കൽ ഷിർക്കാണ്. എന്തുകൊണ്ട്? അത് അള്ളാഹ്ക്ക് മാത്രമുള്ള ഇബാദത്തിൽ നിന്നിട്ട് വ്യത്യസ്തമായി വരുന്നു. മുഹമ്മദിനുള്ളതായ അനുസരണം അത് ഷിർക്കായി മാറുന്നു. കേട്ടില്ലേ? ഖുർആനിൻ്റെ വിശദീകരണം റസൂലുള്ളാഹിൻ്റെ നാവിലൂടെ പഠിച്ചിട്ടില്ലെങ്കിൽ വരുന്ന അപകടമാണ് ഈ കേട്ടത്. അതെ, ഇത് ഞാൻ അറിവില്ലാത്തവരെ നമ്മുടെ നാട്ടിലൊക്കെ വ്യഭിചാരം ഷിർക്കാണ്, പലിശ ഷിർക്കാണെന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അതല്ല ഈ പറയുന്നത്. ഇത് സ്പെഷ്യൽ ഷിർക്കാണ് ഇവർ പറയുന്നത്. റസൂലുള്ളാഹിനെ തന്നെ അംഗീകരിക്കാൻ പാടില്ല എന്നതാണ്. റസൂലുള്ളാഹിനെ തന്നെ അംഗീകരിക്കാൻ പാടില്ല, അതും ഷിർക്കാണെന്നാണ്. കേട്ടില്ലേ? ഇത് ഞാൻ പറയുമ്പോൾ സദസ്യർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മാരകമായ രോഗത്തിൽ നിന്നിട്ട് നമ്മുടെ കുട്ടികളെ, സന്താനങ്ങളെ, വളർന്നു വരുന്ന തലമുറയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ഞാൻ ഉണർത്തുന്നത്. ശ്രദ്ധിക്കണം. അവരല്ലേ പറയുന്നത് ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നു എന്ന്. എന്നാൽ അവരംഗീകരിക്കുമെന്ന് പറയുന്ന ഖുർആൻ എന്ത് പറയുന്നു? ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നിങ്ങൾ സത്യവിശ്വാസികളാവുക തന്നെ ഇല്ല, മുഹമ്മദ് വിധിച്ച വിധി നിങ്ങൾ അംഗീകരിക്കുന്നത് വരെ. നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഖുർആനല്ലേ അത് പറയുന്നത്? അപ്പോൾ മുഹമ്മദ് നബി അംഗീകരിക്കൽ നിങ്ങൾ മുസ്ലിമാവാൻ ഉള്ള നിബന്ധനയാണെന്ന് ഖുർആൻ പറയുമ്പോൾ എങ്ങനെയോ മുഹമ്മദ് നബി അംഗീകരിക്കൽ ഷിർക്കാവുക? സുബ്ഹാനല്ലാഹ്. ഇത് തർക്ക് ഇഫ്തിറാഎ തആമുൽ എന്ന പുസ്തകത്തിൽ അബ്ദുള്ള ചെഗ്രാലവി എന്ന് പറയുന്ന, ഇപ്പോൾ പാകിസ്ഥാനിലുള്ള നാടായ, ഇദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായ സ്ഥലമായ ലാഹോറിൽ നിന്നിട്ട് പറഞ്ഞ വാക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ കേൾപ്പിച്ച പുസ്തകത്തിൽ.
ഇത് എനക്കും നിനക്കൊന്നുമല്ല പല മാലോർക്കുമെന്ന് പറയാനില്ല. നമ്മുടെ നാട്ടിലുണ്ട് ചേകന്നൂർ എന്ന പേരിൽ ഒരു മനുഷ്യൻ വന്നതും എന്നിട്ട് ഇതേ തത്വങ്ങൾ പ്രചരിപ്പിച്ചതും 3 ഒക്തുകാരെ വളർത്തെടുത്തതും അവർക്ക് ഓഫീസ് ഉണ്ടാക്കിയതും അവർക്ക് ആൾക്കാർ ഇത് വാർത്തെടുത്തതും അത് ഇപ്പോൾ വ്യാപകമായി കേരളത്തിൽ നിന്ന് പുറത്ത് പലയിടങ്ങളിൽ ഇങ്ങനെ ചെന്നുകൊണ്ടേയിരിക്കുന്നതുമായ ഒരു മഹാ ക്യാൻസർ രോഗമാണ്. അതിൽ നിന്നിട്ട് നമ്മുടെ യുവാക്കൾ, യുവതികൾ, മുസ്ലിം സമൂഹം അപകടത്തിൽപ്പെട്ടവർ ആരുണ്ടെങ്കിൽ അവരെയെല്ലാം മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം തന്നെ സെലക്ട് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ് മുതൽ ആരംഭിച്ച ഈ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെട്ടാൽ ഇന്നത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നിങ്ങളുടെ ഇടയിൽ വരുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം നബിയുടെ വിധിയെ ഒഴിവാക്കിയാൽ അത് നിങ്ങളിൽ നിന്നിട്ട് അംഗീകരിക്കപ്പെടുകയില്ല, നിങ്ങൾ മുഅ്മിനീകളാവുകയും ഇല്ല. നിങ്ങൾ വിശ്വാസികളാവേണമെങ്കിൽ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിധികർത്താവാക്കി മാറ്റണം. നിങ്ങളുടെ ഇടയിൽ വരുന്നതായ ഏത് പ്രശ്നങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ, ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. അങ്ങനല്ലേ? അള്ളാന്റെ ദൂതരുടെ കൽപ്പന അംഗീകരിക്കാതെ ജീവിക്കുന്നവർ, അള്ളാന്റെ ദൂതരുടെ കൽപ്പന അംഗീകരിക്കൽ ശിർക്കാണെന്നാണല്ലോ അവർ പറയുന്നത്. അള്ളാഹ് പറയുന്നു ഖുർആനിൽ, അള്ളാന്റെ ദൂതരുടെ കൽപ്പനയെ അംഗീകരിക്കാത്തവർക്ക് മഹാവിപത്ത് അവർക്ക് നേരിടേണ്ടി വരുമെന്ന് വാണിംഗ് നൽകണം നിങ്ങൾ. അവർക്ക് ഇവിടുന്ന് അപകടമുണ്ടാകും, ഇവിടുന്ന് തന്നെ അപകടമുണ്ടാകും. അല്ലെങ്കിൽ ഔ യുസീബഹും അദാബുൻ അലീം, കഠിനകഠോരമായ പരലോകത്തിൽ വരാൻ പോകുന്ന ഖിയാമത്ത് നാളിൽ വരുന്ന ശിക്ഷ അത് വേറെയുണ്ട്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ ബഈദ. ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ ഒരു മോമിനിനോ ഒരു മോമിനത്തിനോ യോജിച്ചതേ അല്ല. അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ, അള്ളാഹിൻ്റെ റസൂല് മസ്ജിദുൻ നബവി സ്ഥാപിച്ചയിട മുതൽ മസ്ജിദ് ഖുബ സ്ഥാപിച്ചയിട മുതൽ 1433 വർഷം മുമ്പ് ഇവിടെ കടന്നു വന്ന റസൂല് ഈ പള്ളികൾ സ്ഥാപിച്ചയിട മുതൽ ഇന്ന് വരെ ഇവിടെ ഒരു ദിവസം മുറിയാതെ നമസ്കാരം 5 ഒക്തായിരുന്നു. എപ്പോഴെങ്കിലും 3 ഒക്താണെന്ന സംഭവം ലോകം കേട്ടിട്ടുണ്ടോ? അറബികൾ ചെയ്തിട്ടുണ്ടോ? അറബികൾ പറഞ്ഞിട്ടുണ്ടോ? എവിടെ നിന്നോ അനറബികൾക്ക് കിട്ടി? അറബികളുടെ ഭാഷയിലാണല്ലോ ഖുർആൻ അറിഞ്ഞത്. അവരല്ല അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി തരേണ്ടത്. അവർക്കറിയാത്തത് നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു? അവർ പഠിക്കാത്ത നിങ്ങൾ എവിടുന്ന് പഠിച്ചു? അവർ പറയാത്ത നിങ്ങൾ എവിടുന്ന് പറഞ്ഞു? ചൂറ് തിന്ന ബുദ്ധിയുള്ളവർക്ക് അത് മാത്രം പോരെ ചിന്തിക്കാൻ. അറബികൾ അവരുടെ മാതൃഭാഷയിൽ അറിഞ്ഞ ഖുർആനിൽ അവർ മനസ്സിലാക്കാത്ത രൂപത്തിൽ നാം ഖുർആനെ മനസ്സിലാക്കാനോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു പഴച്ചുപോയവരെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അതുകൊണ്ടാണ് വളച്ചൊടിച്ച് അർത്ഥം വെക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നേർക്ക് നേരെ ഖുർആനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കാരണം അറബി ഭാഷയുടെ സഹായം വരെ ഇല്ല ഖുർആൻ മനസ്സിലാക്കുന്നതിൽ. റസൂലുള്ള പറഞ്ഞ പോലെ പോട്ടെ, സഹാബാക്കൾ പറഞ്ഞതുപോലെ പോകട്ടെ, പിന്നെയോ അറബി ഭാഷയിലല്ലേ ഖുർആൻ, അതിൻ്റെ സഹായം വരെ ഇല്ലാത്ത രൂപത്തിൽ ഖുർആനിന് അർത്ഥം വെക്കേണ്ടി വരുന്ന ഗതികേട്. സഹോദര സഹോദരിമാരെ, നാം തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ, അതുപോലെ മംഗലാപുരം, അതുപോലെ മദ്രാസ്, അതുപോലെ ആ പരിസരത്തിൽ ഇങ്ങനെയുള്ളതായ കരിഞ്ചന്ത കടന്നുകൂടാനുള്ളതായ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ പരിപൂർണതയാണ് നിങ്ങൾ കേൾക്കുന്നത്. ചില വ്യക്തിത്വങ്ങളുടെ പുസ്തകങ്ങളാണ്. ആ വ്യക്തിത്വങ്ങളിൽ പേര് കേട്ട വ്യക്തിത്വം മുഹമ്മദ് റഷീദ് റിള, രണ്ടാമത്തത് ജമാലുദ്ദീൻ അഫ്ഗാനി, മൂന്നാമത്തത് മുഹമ്മദ് അബ്ദു, നാലാമത്തത് അഹമ്മദ് അമീൻ. പിന്നെയും കുറേ പേരുണ്ട് അങ്ങനെയുള്ളതായ ഓറിയൻ്റലിസം കയറിക്കൂടിയവർ, അഥവാ യൂറോപ്പികൾ പറയുന്നതാണ് നല്ലത് എന്നത് മനസ്സിലാക്കിപ്പോയവർ, അഥവാ മറ്റൊരു ശൈലിയിൽ ബുദ്ധിക്ക് യോജിച്ചത് സ്വീകരിക്കാം, അല്ലാത്തത് തള്ളാം എന്ന തത്വം പേറി നടക്കുന്ന വിഭാഗം. അവർക്ക് അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു?
ഹദീസിനെ തന്നെ പാടെ തള്ളേണ്ടി വന്നു. കാരണം ഇഷ്ടമുള്ള ഇങ്ങനെ തോർക്കാം എന്ത് ഹദീസിൻ്റെ കിതാബ് ബുഖാരി. ബുഖാരി ഇങ്ങനെ തുറന്നു വെച്ച് നോക്കുമ്പോൾ ഹദീസ് കാണുന്നു. എന്താണ് ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹൃദയം നെഞ്ചു കീറി, എന്നിട്ട് ഹൃദയം പുറത്തെടുത്തു, എന്നിട്ട് അത് കഴുകി, എന്നിട്ടോ അത് ശുദ്ധീകരിച്ചു, എന്നിട്ടോ മടക്കി. അനസ് പറയുന്നു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ നടന്നതായ ആ ഓപ്പറേഷൻ, ജിബ്രീൽ നടത്തിയതായ ഓപ്പറേഷൻ, അതിൻ്റെ അടയാളം ഞാൻ കാണാറുണ്ടായിരുന്നു എന്ന് 10 വർഷത്തോളം റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുത്ത അനസ് പറയുന്നു, നെഞ്ചത്ത് കാണാറുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇത് ബുദ്ധിക്ക് യോജിക്കാണ്. ബുദ്ധിക്ക് യോജിച്ചില്ല മൂപ്പർക്ക്. അള്ളാഹു അങ്ങനെയുള്ളവർക്ക് ബുദ്ധി നൽകട്ടെ. വേണ്ടാന്ന് വെച്ചു, അത് വേണ്ടാന്ന് വെച്ച്, എന്നാൽ അത് അംഗീകരിക്കാതിരിക്കാം. അങ്ങനെ ബുദ്ധിക്ക് യോജിച്ച് അത് സ്വീകരിച്ച് മറ്റുള്ളത് മാത്രം അംഗീകരിക്കാമെന്ന് വെച്ചാൽ മറ്റുള്ളത് എന്തടിസ്ഥാനത്തിൽ അംഗീകരിച്ചു എന്ന് ചോദിക്കേണ്ടി വരും. പിന്നെ മറ്റുള്ളത് എന്തടിസ്ഥാനത്തിലാണ് അംഗീകരിച്ചത്? അപ്പോൾ പറയും അത് റസൂലുള്ളാഹിൽ നിന്നിട്ട് വന്നതാണ്, സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തതാണ്, താബീങ്ങളെ ക്രോഡീകരിച്ചതാണ്. അത് തന്നെയല്ലേ നീ നിഷേധിച്ചതും? നീ നിഷേധിച്ചതും അങ്ങനെ തന്നെയല്ലേ? റസൂലുള്ളാഹിൽ നിന്നിട്ട് വന്നതാണ്, സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തതാണ്, താബീങ്ങൾ നമുക്ക് എത്തിച്ചെന്നതാണ് അല്ലേ? അപ്പോൾ ഇത് എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? അതുകൊണ്ട് ഇത് സ്വീകരിക്കണം. ഇത് എന്തുകൊണ്ട് തള്ളുന്നു? ആ തള്ളും പോലെ നീ എന്ത് വേണ്ടി വരും? അത് തള്ളേണ്ടി. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? അല്പാൽപ്പം ഹദീസിനെ വേണ്ട എന്ന് വെച്ചപ്പോൾ എന്ത് വേണ്ടി വന്നു? അവസാനം ഹദീസ് പരിപൂർണമായി തള്ളേണ്ടി വന്നു. ദീൻ പോയി. നമ്മൾ നോക്കൂ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ ചെയ്യുന്നതായ എത്ര സലാത്തു തറാവീഹ്, നാം നമസ്കരിക്കുന്നതായ സലാത്തുൽ ഇസ്തിഖാറ, നാം നമസ്കരിക്കുന്നതായ ഗ്രഹണ, സൂര്യ ചന്ദ്ര ഗ്രഹണ നമസ്കാരം, നാം നമസ്കരിക്കുന്നതായ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ നമസ്കാരം എവിടെയുണ്ട്? ഖുർആനിലുണ്ടോ? ഇല്ലാതൊന്നും. അതാര് പഠിപ്പിച്ചു? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചതായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പ്രവർത്തിച്ച് കാണിച്ചു തന്നു. അത് സഹാബാക്കൾ അങ്ങനെ തന്നെ ക്രോഡീകരിച്ചു, അതങ്ങനെ തന്നെ കോട്ട് ചെയ്തു, എന്നിട്ട് ലോകത്തിലേക്ക് അവർ പ്രചരിപ്പിച്ചു. അള്ളാഹ് അതിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ കൽപ്പന കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതാണ്. സത്യം അസത്യം ഏതാണെന്ന് മനസ്സിലായതിനു ശേഷം അള്ളാഹ് ഇറക്കിയ ഈ ഹിദായത്ത് മനസ്സിലായതിന് ശേഷം റസൂല് പോയ റൂട്ടല്ല ഒരാൾ പോയതെങ്കിൽ, സഹാബാക്കൾ പോയ റൂട്ടല്ല ഒരാൾ പോയതെങ്കിൽ, ആരാണ് മോമിനീങ്ങൾ? ആദ്യത്തെ മോമിനീങ്ങൾ ആരാണ്? സഹാബാക്കൾ പോയ റൂട്ടല്ല അവർ പിൻപറ്റിയതെങ്കിൽ നുവല്ലിഹിമാത്തവല്ല, അവൻ പോകുന്ന വഴിയിലേക്ക് അവനെ നാം തെളിച്ചുവിടും. ഒനുസ്ലിഹി ജഹന്നം, എന്നിട്ട് അവസാനം ജഹന്നം കൊണ്ട് അവരെ നാം ചൂടുപിടിപ്പിക്കും. ഖുർആനാണ് സൂറത്തുൻ നിസായിൽ. മഹാപകടമല്ലേ? ഇങ്ങനെയുള്ള അപകടത്തിൽ എന്തിനു ചെന്ന് ചേരുന്നു? ബുദ്ധിപൂജ. ഏറ്റവും പരാക്രമി ആരാണ്? ദേഹയിച്ചയെ ദൈവമാക്കിയവരെന്ന് ഖുർആൻ പറയുന്നില്ലേ? അല്ലേ? ദേഹയിച്ചയെ ദൈവമാക്കുക, ദേഹിച്ചയെ പൂജിക്കുക, ദേഹിച്ച എന്ന് പറയുന്നത് അംഗീകരിക്കുക. ദേഹിച്ച പറയുന്നത് ജിന്നുണ്ടെന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെടും, സെഹറുണ്ടെന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെടും. റസൂലുള്ളാഹിന്റെ ഹൃദയം മാറ്റപ്പെട്ടു കേട്ടോ. ഈ മനുഷ്യൻ ജീവിക്കുന്ന യുഗത്തിൽ തൊട്ട ഹോസ്പിറ്റലിൽ ഹൃദയം മാറ്റുന്നു, ഹാർട്ട് മാറ്റുന്നു, വാർത്ത കിട്ടുന്നു, അവൻ്റെ പത്രത്തിൽ വരുന്ന ഒരു പക്ഷേ, അല്ലെങ്കിൽ അവൻ പ്രചരിപ്പിക്കുന്ന ഒരു പക്ഷേ, അവരത് പറഞ്ഞു നടക്കുന്ന ഒരു പക്ഷേ, അവനൊരു എതിർപ്പും അതിലില്ല. ഹാർട്ട് മാറ്റി എന്ന് പറയാൻ അവർക്ക് എതിർപ്പില്ല. ഏത് ഷിട്ടിയുടെ ഹാർട്ട് മാറ്റി എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഒരുങ്ങുന്നതായ മനുഷ്യൻ, ഷിട്ടിയുടെ ഹാർട്ട് സൃഷ്ടാവ് മാറ്റാൻ ജിബ്രീലിനെ അയച്ചു, എന്നിട്ട് മാറ്റാനല്ല, അത് ക്ലിയർ ആക്കാൻ, ഓപ്പറേഷൻ ചെയ്യാൻ ആളെ അയച്ചു എന്ന് കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല പോലോ. എന്തോ അതിൽ അംഗീകരിക്കാൻ പ്രയാസം. എത്രത്തോളം ഈ മുഹമ്മദ് റഷീദ് റിള എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് അൽമനാറിലും മറ്റും പറയുന്നതായ തത്വങ്ങളിൽ പെട്ടതാണ് അള്ളാഹ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളതായ കരിഞ്ചന്തയിൽ നിന്നിട്ട് കേരളീയരെ, മുസ്ലിങ്ങളെ, മംഗലാപുരക്കാരെ, ലോകത്തിൽ ജീവിക്കുന്ന സർവ്വ മുസ്ലിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ആ മഹാഅപകടമാണ്. ഖുർആൻ അള്ളാഹു പറയുന്ന കേൾക്കുക. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. അങ്ങനല്ലേ?
فلما وضعتها قالت ربي إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى إني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. ഞാനിതാ ഒരു കുട്ടിയെ ജനിച്ചിരിക്കുകയാണ്. ഞാൻ ഈ കുട്ടിയെ നേർച്ചയാക്കിയിരിക്കുകയാണ് ബൈത്തുൽ മഖ്ദിസിൽ അള്ളാഹുവിന് വേണ്ടി. അങ്ങനെ പ്രസവിച്ച് നോക്കുമ്പോൾ കുട്ടി പെണ്ണാണ്. പറയുന്നു, എൻ്റെ ഈ പ്രസവിച്ച പെണ്ണാണല്ലോ, അള്ളാഹ്ക്കറിയാം പ്രസവിച്ചത് എന്താണെന്ന്. അള്ളാഹല്ലേ ശിക്ഷിച്ചത്. സ്ത്രീ പുരുഷൻ ഒരിക്കലും തുല്യരല്ല. സ്ത്രീ വേറെ പുരുഷൻ വേറെ. സ്ത്രീയുടെ അവകാശം പുരുഷനില്ല, പുരുഷന്റെ അവകാശം സ്ത്രീക്കില്ല. രണ്ട് മേഖലയിലാണ്. ഓരോ വിഭാഗത്തിനും ഓരോ ബാധ്യതകളുണ്ട്. മറിയം, ഞാൻ മറിയം എന്ന് പേര് വെച്ചു. ഇമ്രാൻ പറയുന്ന വാക്ക് ഖുർആനിൽ സൂറത്ത് ആല ഇമ്രാനിൽ പിശാചിന്റെ ശല്യത്തെ തൊട്ട് ഈ പെൺകുട്ടിയെയും അഥവാ മറിയമിനെയും മറിയമിൻ്റെ ദുരിയത്തിനെയും അവരുടെ സന്താനത്തെയും നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. റഷീദ് റിള പറയുന്നു, അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. എന്ത്? പൈശാചിക ശല്യത്തിൽ നിന്നിട്ട് മറിയമും രക്ഷപ്പെട്ടിട്ടില്ല, ഈസയും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള റഷീദ് റിളയുടെ പുസ്തകമാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിൽ വായിക്കപ്പെട്ടത്. ആദം അലൈഹിസ്സലാം അബുൽ ബഷർ അല്ല എന്നുവരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അബുൽ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ പിതാവല്ല. പിന്നെയോ എന്താ ഡാർവിൻ സിദ്ധാന്തം എന്ന സിദ്ധാന്തമുണ്ടല്ലോ. എന്ത്? പരിണാമവാദം. മനസ്സിലാകുന്ന പരിണാമവാദം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പണ്ട് കുരങ്ങായിരുന്നു, പിന്നെ ലോപിച്ച് അവസാനം പിന്നെ എന്തായി മാറി? മനുഷ്യനായി മാറി. മനസ്സിലായില്ലേ? നമ്മളൊരിക്കലും സമ്മതിച്ചു കൊടുക്കൂല എന്ത് നമ്മുടെ വലിയ കുരങ്ങാണെന്ന്. അവൻ്റെ ആയിക്കോട്ടെ, പറയുന്നവൻ്റെ വാപ്പ കുറങ്ങാട്ടെ, നമ്മുടെ വാപ്പ കുറങ്ങല്ല ഒരിക്കലും. വാപ്പമാർ, മനസ്സിലല്ലേ? അങ്ങനെയുള്ള ചിന്താഗതിയെ അംഗീകരിക്കുന്ന ശൈലിയിൽ മനാർ എന്ന തഫ്സീറിൽ സംസാരിക്കുന്ന കാണാം. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഈ സാധുവിൻ്റെ ശൈലിയിൽ അറബി ഭാഷയിൽ കേരളത്തിൽ ഇറങ്ങുന്ന ഒരു പത്രത്തിൽ ഞാനൊരു ലേഖനം എഴുതിയതായിട്ട് ഓർക്കുന്നുണ്ട്, പഴയ കുറേ കാലഘട്ടങ്ങൾക്ക് മുമ്പ്. എന്തിനാണത് ഞാൻ എഴുതിയത്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള തത്വം പ്രചരിപ്പിക്കുന്നതായ തോന്നിവാസികളുടെ പത്രങ്ങളും അല്ലെങ്കിൽ പുസ്തകങ്ങളും തഫ്സീറുകളും ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു എന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസ് നിഷേധികൾ വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിപൂജകന്മാർ വർദ്ധിക്കുന്നത്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് എന്ത് പറയാൻ കാരണം, അവിടെ ഈസയ്ക്ക് പിശാച് കയറും, മറിയമിന് പിശാച് കയറും എന്ന് പറയുന്നത് കൊണ്ട് പിശാചിൻ്റെ അവകാശത്തെ എൻ്റെ ഹൃദയത്തിൽ നിന്നിട്ട് അള്ളാഹ് ശുദ്ധീകരിച്ചു എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ തത്വം വേണ്ടാന്ന് വെച്ചത് മുഹമ്മദ് റഷീദ് റിള. മനസ്സിലായോ? ഹദീസ് നിഷേധം എവിടേക്കെത്തുന്നു? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയത്തിൽ നിന്നിട്ട് അള്ളാഹ് ജിബ്രീലിനെ അയച്ചിട്ട് പല തവണ എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു പിശാചിൻ്റെ അവകാശം എന്ന് നാം പഠിച്ചു വന്ന യാഥാർത്ഥ്യമാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പ്രയാസമില്ല. കാരണം ചെയ്യുന്നത് അള്ളയാണ്, പറയുന്നത് റസൂലാണ്, അള്ളയാണ് വഹിയിലൂടെ അറിയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കിട്ടിയതായ സഹീലുള്ള വാർത്തകൾ നമുക്ക് തള്ളാൻ പറ്റുകയും ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അഹ്മദ് അമീൻ എന്ന മനുഷ്യൻ്റെ ളുഹൽ ഇസ്ലാം, ഫജ്റുൽ ഇസ്ലാം എന്ന പേരിലൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ കേരളത്തിൽ ഈ ബുദ്ധിപൂജകന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന അഖലാനികൾ വായിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ശ്രദ്ധിക്കുക. ളുഹൽ ഇസ്ലാം, ഫജ്റുൽ ഇസ്ലാം എന്ന പേരിൽ അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട്. ഈജിപ്തുകാരനാണ് അദ്ദേഹം ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളെ തള്ളുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് സംസമിൻ്റെ പ്രത്യേകത തള്ളേണ്ടി വന്നത്. അവർ തള്ളിയതിൽപ്പെട്ടതായിരുന്നു അത്. ഏത്? ബുദ്ധിപൂജകന്മാർ തള്ളിയതിൽപ്പെട്ടതായിരുന്നു. നമ്മുടെ നാട്ടിലും ബുദ്ധിപൂജകന്മാർ സംസമിൻ്റെ പ്രത്യേകത അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ളവരുമായിട്ട് ഞാൻ ചർച്ച നടത്തിയിരുന്നു. ഇവിടെ അങ്ങനെയുള്ളവർ വന്നിരുന്നു. ഏത്? സംസമിനെ തള്ളിപ്പറയുന്നവർ. അല്ലാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സ്വീകരിക്കുന്നത് കൊണ്ട്
ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമില്ല. പക്ഷേ ഹദീസും ഖുർആനും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വരേക്കും അത്ഭുതമായിട്ട് ലോകം കാണുന്ന വെള്ളമാണ് എന്ത്? സംസം. അതിൻ്റെ താഴെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഉറവിനെ ശരിക്കും അങ്ങനെ തന്നെ ക്യാമറയിൽ അങ്ങനെ തന്നെ ഇത് ഫിലിമിൽ കയറ്റിയിട്ട് പ്രചരിപ്പിക്കുന്നത് കാണുന്നവരാണല്ലോ നിങ്ങൾ, അല്ലേ? അതിൻ്റെ അകത്ത് വളരെ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ശക്തിയിൽ കാബത്തിൻ്റെ താഴെ നിന്ന് വരുന്ന ഉറവ്, അപ്രകാരം തന്നെ ജബൽ അബി ഖുബൈസിൻ്റെ താഴെ നിന്ന് വരുന്ന ഉറവ്, ആ ഉറവ് വന്നിട്ട് ശക്തിയിൽ കുഴിയിലേക്ക് വീഴുന്നു. അതുകൊണ്ട് തന്നെ ഒരവസരത്തിൽ ഞാൻ പറഞ്ഞു 8 ഇഞ്ചൻ 15ഓളം ദിവസം വളരെ ഫോഴ്സുള്ള ശക്തിയുള്ളതായ ഇഞ്ചൻ അതിനെ ക്ലിയർ ചെയ്യാനെന്ന പേരിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് 1 ഇഞ്ച് പോലും താഴ്ന്നില്ല. കൂടി വർദ്ധിച്ച് ചൂടുള്ള വെള്ളമായി മാറിയ സംഭവം 1968 ക്രിസ്താബ്ദ വർഷം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ അതാണ് നല്ലത് എന്നതുകൊണ്ടാണ്. 68 അത് കേരളത്തിൽ അന്നുള്ള പത്രമായ ചന്ദ്രിക എന്ന പത്രത്തിൽ ഫസ്റ്റ് പേജിൽ തന്നെ കേരളത്തിൽ അന്ന് പരിചയമുള്ള അബ്ദുറഹ്മാൻ ബാഫഖി എന്ന മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ നേതാവ് പ്രചരിപ്പിച്ചതായ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അത്ഭുത വെള്ളമാണത്. നമ്മുടെ വിഷയമല്ല, അതല്ല. എങ്കിലും സഹീഹായ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട പല അത്ഭുതങ്ങളും. അതുകൊണ്ടാണ് ബുദ്ധിപൂജകന്മാർ മുഅ്ജിസത്ത് അംഗീകരിക്കൂല. ഞാൻ ചോദിക്കട്ടെ, ഹൃദയം കഴുകി എന്നത് അംഗീകരിക്കാൻ പറ്റാത്തവർ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ബുദ്ധിപൂജകന്മാരോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് എന്ത്? മഹാനായ ഈസ നബി അലൈഹിസ്സലാം തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിച്ച വാർത്ത, അല്ലേ? ഖുർആൻ പറയുന്നില്ലേ? അതെങ്ങനെ ഞങ്ങൾ അംഗീകരിക്കുക? ബുദ്ധിക്ക് ചോദിക്കുന്നതാണോ? എങ്ങനെ കുട്ടി തൊട്ടിൽ കിടന്ന് സംസാരിക്കാം, അല്ലേ? മറിയമിൻ്റെ കുട്ടി ഈസ എന്ത് പറഞ്ഞു? ഖാല ഇന്നി അബ്ദുല്ലാ. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന 2500ഓളം മില്യനുകളാണ് ഞങ്ങളെന്ന് കൊട്ടിഘോഷിക്കുന്നതായ, ക്രിസ്ത്യാനികൾ അടക്കം പൂജിക്കുന്നതായ മഹാനായ ഈസ നബി അലൈഹിസ്സലാം ലോകത്തിൽ വന്ന ഉടനെ തന്നെ, ഭൂമിയിൽ വന്ന ഉടനെ തന്നെ ആദ്യം ലോകത്തോട് സംസാരിച്ച ആദ്യത്തെ പദം എന്താണ്? ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാൻ ദൈവമല്ല, ഞാൻ പൂജിക്കപ്പെടാൻ പറ്റുന്ന വ്യക്തിയല്ല, എന്നോട് ആരും വിളിച്ച് പ്രാർത്ഥിക്കരുത്, എന്നെ ആരും ആരാധിക്കരുത്, എനിക്കാരും നേർച്ചയാക്കരുത്, ഞാൻ ഷിട്ടിയാണ്, ഞാൻ ഷിട്ടാവല്ല, ഷിട്ടാവ് എന്നെ ഷിട്ടിച്ച റബ്ബ് മാത്രം. ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ഖുർആനിസ്റ്റ് എന്ന് പറയുന്ന, ഖുർആൻ മാത്രം അംഗീകരിക്കുന്നു പറയുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും? ബുദ്ധിക്ക് യോജിക്കുന്നതാണോ അത്? എന്നാൽ ബുദ്ധിക്ക് യോജിക്കുന്നത് ആണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാമെന്ന് പറയുകയാണെങ്കിൽ അതും നിങ്ങൾ തള്ളേണ്ടതല്ലേ? മരണപ്പെട്ട ആളെ ജീവിച്ചിട്ടില്ലേ അള്ളാഹിൻ്റെ അനുവാദത്തോടു കൂടി ഈസ, അല്ലേ? ഖുർആൻ പറയുന്നില്ലേ അത്? വഹിയിൽ മൗത ബി ഇതിനി, അള്ളാഹിൻ്റെ അനുവാദത്തോടു കൂടി എന്ത് സംഭവിച്ചിട്ടുണ്ട്? മരണപ്പെട്ടവരെ ഉബ്രിഹുൽ അക്മഹ വൽ അബ്റസ, വെള്ളപ്പാണ്ട് രോഗം, അതുപോലെ തന്നെ പ്രസവക്കുരുട്, ഇതൊക്കെ മാറ്റി. ഇതൊക്കെ അംഗീകരിക്കൽ എങ്ങനെയാണ്? അപ്പോൾ മുഅ്ജിസത്തിനെയും നിഷേധിക്കണം. അതുകൊണ്ടാണ് പലരും മുഅ്ജിസത്തിനെ നിഷേധിച്ച് നമ്മുടെ നാട്ടിൽ ബുദ്ധിപൂജകനായി അറിയപ്പെട്ടതായ CN അഹമ്മദ് എന്ന മനുഷ്യൻ ഇങ്ങനെയുള്ള ളുഹൽ ഇസ്ലാമിൻ്റെയും ഫജ്റുൽ ഇസ്ലാമിൻ്റെയും ബേക്കിൽ അണിനിറന്ന ആളിൽപ്പെട്ട ആളാണ്. നേരത്തെ പറഞ്ഞ അഹമ്മദ് അമീൻ ഉണ്ടല്ലോ, ഈജിപ്തുകാരൻ, അവനാണ് ബുദ്ധിപൂജക്ക് കൂട്ടുനിൽക്കുന്നതായ, വളമിടുന്നതായ തത്വങ്ങൾ പ്രചരിപ്പിച്ച കൂട്ടത്തിലൊരാൾ. അതിനെയൊക്കെ വായിച്ച ആളാണ് ആര്? CN അഹമ്മദ്. അതുകൊണ്ടാണ് CN അഹമ്മദ് എന്ത് പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ ജിന്ന് 40 പ്രാവശ്യം അള്ളാഹ് ഖുർആനിൽ പറയുന്ന ജിന്നിനെ എന്ത് ചെയ്തു? നിഷേധിച്ചു, തള്ളിപ്പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ നാം ഈ പാടുപെട്ട് കഷ്ടപ്പെട്ട് ഇവിടെ സഹാബാക്കളും താബിഈങ്ങളും യുദ്ധം ചെയ്തു പോരാടി, ബദർ യുദ്ധം നടത്തി, ഉഹദ് യുദ്ധം നടത്തി, കരളുകളും കഴുത്തും മുറിച്ചു കൊടുത്ത് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചു പോയ നമ്മുടെ ദൂതര് മക്ക മദീന 23 വർഷത്തിലൂടെ പാടുപെട്ട് കഷ്ടപ്പെട്ട് സമർപ്പിച്ചു പോയതായ ഈ മതത്തിന് എത്ര എളുപ്പത്തിലാണ് ഈ കൂട്ടർ നിഷേധിച്ച് തള്ളിക്കളയുന്നത്? ബുദ്ധിപൂജ കാരണത്താൽ. അതുകൊണ്ട് കേരളത്തിൽ ബാധിച്ചതായ വ്യാപകമായ രോഗം അത് മൂന്നൊക്താകാരായി മാറാനാവട്ടെ, അല്ലെങ്കിൽ വേറെ വല്ല തത്വങ്ങളുടെ ഉടമകളായി മാറാനാവട്ടെ, പഴച്ച തത്വങ്ങൾ, അതിൻ്റെ പിന്നിലെല്ലാം വർക്ക് ചെയ്തത് ബുദ്ധിപൂജക്ക് കൂട്ടുനിന്നത് കൊണ്ടാണ്. അത് ഒഴിവാക്കണം. കണ്ണടച്ചിട്ട്
ആന്തമായി റസൂല് അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ റസൂല് പറഞ്ഞത് സ്ഥിരീകരിക്കപ്പെട്ടതാണെങ്കിൽ അംഗീകരിക്കണം, സ്വീകരിക്കണം. യുസല്ലിമു തസ്ലീമ, ശരിക്ക് സമർപ്പണ ബോധത്തോടുകൂടി, ഒരു വെറുപ്പുമില്ലാതെ, ഒരു അറുപ്പുമില്ലാതെ, ഒരു ചൊടിയുമില്ലാതെ, ഒരു യക്കിശക്കില്ലാതെ അള്ളാഹ് പറഞ്ഞോ റസൂല് പറഞ്ഞോ അംഗീകരിക്കാം. അപ്പോഴാണ് മോമിനാവുക. അപ്പോൾ നാം എന്ത് പഠിച്ചു? നമ്മുടെ കേരളത്തിൽ വന്നതായ രോഗങ്ങൾ ഇങ്ങനെയുള്ളവരുടെ പുസ്തകം വായിച്ചതിലൂടെ വന്നതാണ്. മുഹമ്മദ് റഷീദ് റിള, അഹമ്മദ് അമീൻ പോലത്തതായ അവരുടെ തത്വങ്ങളിൽപ്പെട്ടതാണ്. എന്ത്? അഹമ്മദ് അമീൻ്റെ ളുഹൽ ഇസ്ലാം എന്ന പുസ്തകത്തിലൂടെ കാണാൻ സാധിച്ചു. എന്ത്? മദീനയിലുള്ള അജ്വയെ നിഷേധിക്കുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, കേരളത്തിൽ നിന്നിട്ട് വല്ല കേസറ്റൊക്കെ വരുമ്പോൾ, മംഗലാപുരത്ത് നിന്ന് മറ്റേ കേസറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധി, ഭയങ്കര എന്നല്ല, അവർ കട്ടെടുത്ത് പറയാണ് ഈജിപ്തിൽ നിന്ന് വന്ന കരിഞ്ചന്തയാണത്. ഈജിപ്തിൽ നിന്നിട്ട് വന്ന കരിഞ്ചന്ത ഏറ്റുപാടാണ്. മനസ്സിലായോ? കേസറ്റ് കേൾക്കുമ്പോൾ ഞെട്ടരുത്. നമ്മുടെ നാട്ടിൽ പഴയ കാലഘട്ടങ്ങളിൽ ഇവിടെ തുർക്കികളിൽ ജീവിച്ച കാലഘട്ടങ്ങളിലൊക്കെ പല നാടുകളിൽ നിന്നിട്ട് കയറിക്കൂടിയതായ വിദേശികൾ ഇവിടെ ശിർക്ക് വിതരണം ചെയ്തവരുണ്ട്. അവരുടെ പുസ്തകത്തിൽ നിന്നിട്ട് നമ്മുടെ നാട്ടിൽ ശിർക്ക് വിതരണത്തിന് വേണ്ടി കൂട്ടി നിൽക്കുന്നവർ പാടി പറഞ്ഞ് നടക്കുന്ന വിഭാഗമുണ്ട്. അവർ പലതും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കോ കണ്ടില്ലേ തെളിവുകൾ എന്നൊക്കെ തോന്നിപ്പോകും. അതൊന്നല്ല, അതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? കട്ടെടുത്ത് പറയുകയാണ്. ആരുടെ? ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ചവരുടെ ഗ്രന്ഥത്തിലൂടെ. എന്താ? 7 ഈത്തപ്പഴം ദൈനംദിനം തിന്ന ദിവസത്തിൽ മരണം തട്ടൂല, പിന്നെന്താണ്? വിഷം തട്ടൂല. ആരാ പറഞ്ഞത്? ഇവിടെ കിടക്കുന്ന നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നമുക്ക് വിശ്വസിക്കുന്നതിന് ഖുർആൻ അംഗീകരിക്കുന്ന കാലത്തോളം പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഖുർആൻ അംഗീകരിക്കുമ്പോൾ ഹദീസ് അംഗീകരിക്കുന്നു, സ്ഥിരീകരിക്കപ്പെട്ട ഹദീസ് അംഗീകരിക്കുന്നു. പിന്നെ ഈ സംസം, തേൻ അംഗീകരിക്കേണ്ടി, തേൻ ഖുർആൻ സ്ഥിരീകരിക്കുന്ന കാര്യമാണ്, അതും തള്ളേണ്ടി വരും. അതൊക്കെ തിബ്ബുൻ നബവിയാണ്. നബിയുടെ തിബ്ബ്, നബി പഠിപ്പിച്ച തിബ്ബാണ്. നബി പഠിപ്പിച്ച തിബ്ബിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈമാൻ വേണം, വിശ്വാസം വേണം. വിശ്വാസം ഇല്ലെങ്കിൽ ഈ നിഷേധിക്കുന്ന വിഭാഗം 700 ഈത്തപ്പഴം കഴിച്ചാലും അവൻ്റെ വിഷം മാറൂല. അവൻ്റെ വിഷം മാറൂല. അവന് വിഷം തട്ടിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ മാരണം മാറൂല. അവന് മാരണം തട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇത് ഇസ്ലാമിക ചികിത്സ, ഇസ്ലാം പഠിപ്പിക്കുന്ന മന്ത്രം ഖുർആനിലൂടെ, ഇസ്ലാമിക ചികിത്സ, ഇസ്ലാം പഠിപ്പിക്കുന്നതായ മന്ത്രം ഹദീസിലൂടെ. അങ്ങനെയുള്ള ചികിത്സകൾ ഒരാൾക്ക് തട്ടയണമെങ്കിൽ എന്ത് വേണം? അതിൽ വിശ്വാസം വേണം. എൻ്റെ കൂടെ അല്ലേ നിങ്ങൾ? അതിൽ വിശ്വാസം വേണം. വിശ്വാസമില്ലെങ്കിൽ തട്ടുക തന്നെയില്ല. അതുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, മൗലവി എൻ്റെ ഭാര്യയ്ക്ക് അപസ്മാരമാണ്, എന്ത് വേണം? ഞാൻ പറയും, നിങ്ങൾ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ മതി. ഈ എൻ്റെ ക്ലാസ് മെമ്പറിൽ നിന്നിട്ടൊരു സുഹൃത്തിന് അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്തായിരുന്നു? അപസ്മാര രോഗമായിരുന്നു. എന്നോട് പറഞ്ഞു. ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല, ഞാൻ നിബന്ധന കൊടുക്കും. എന്ത്? ഈ ഞാൻ പറയുന്നതായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചികിത്സിക്കുന്നതെങ്കിൽ അള്ളാഹിനോട് മാത്രമേ ആ വ്യക്തി പ്രാർത്ഥിക്കാവൂ. ഷിട്ടികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഷിട്ടികൾക്ക് നേർച്ചാക്കാൻ പാടില്ല, ഷിട്ടികൾക്ക് അറക്കാൻ പാടില്ല. ആരാധനകളുടെ ഒരു ഇനവും അള്ളാഹ്ക്കല്ലാതെ നൽകാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ്റെ തത്വം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കണം. ബിദ്അത്ത് ചെയ്യാൻ പാടില്ല, അനാചാരം ചെയ്യാൻ പാടില്ല. ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന വ്യക്തിയായിരിക്കണം. എന്നാലാണ് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഫലിക്കുക. സുഹൃത്ത് കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു, നീ ഇത് പരിശോധിച്ച് നോക്കൂ, നിനക്ക് ഗർഭം ഉണ്ടായാലൊക്കെ നഷ്ടപ്പെടല്ലേ? ഗർഭം ഉണ്ടായാലൊക്കെ നഷ്ടപ്പെടാണ്. നമ്മുടെ ക്ലാസ് മെമ്പറാണ്. ഗർഭം ഉണ്ടായാലൊക്കെ നഷ്ടപ്പെടാണ്. എന്താ കാരണം? ഈ അപസ്മാര രോഗമുള്ളത് കൊണ്ട് ഗർഭം നശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപയോഗിച്ചു ചികിത്സ, അഥവാ അള്ളാഹുവിൻ്റെ കലാമ്,
അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ അദ്കാറുകൾ അല്ലെങ്കിൽ ചെല്ലേണ്ടതായ പ്രാർത്ഥനകൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അവളുടെ രോഗം മാറി, അവൾക്ക് ഗർഭമുണ്ടായി, എന്നിട്ട് അവൾ പ്രസവിച്ചു. നാട്ടിലാണ് പ്രസവം നടക്കുന്നത്. എന്നിട്ട് ആ കുട്ടിക്ക് ഞാൻ തന്നെ പേര് വെക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ജിദ്ദയിലാണ് പറയുന്ന വ്യക്തി. നിങ്ങളുടെ ക്ലാസ് മെമ്പറായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക ചികിത്സ അത് ഈത്തപ്പഴം മദീനയിലുള്ളത് തിന്നലാവട്ടെ, സംസം വെള്ളം കുടിക്കലാവട്ടെ, അല്ലെങ്കിൽ മറ്റു മന്ത്രങ്ങളാവട്ടെ, ഏത് ചികിത്സയും ഫലം ലഭിക്കണമെങ്കിൽ ഹദീസ് നിഷേധികൾക്ക് ലഭിക്കുകയില്ല. പിന്നെ അവർക്ക് തട്ടുന്നില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല, തട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കൂ, ഒരവസരത്തിൽ ഇമാം അബ്ദുല്ലാഹിബ്നു അഹ്മദ് ബിൻ ഹംബൽ അഥവാ അഹ്മദ് ബിൻ ഹംബലിൻ്റെ മകൻ അബ്ദുള്ള ഷെയ്ഖിനോട് പറഞ്ഞു. ആരോട്? വാപ്പാനോട്. വാപ്പാ, ചില ആൾക്കാർ ഇവിടെ ഹദീസ് നിഷേധിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. എന്താ നിഷേധിച്ചതെന്ന് ചോദിച്ചു വാപ്പ മകനോട്. അവർ പറയുന്നു, പിശാച് മനുഷ്യൻ്റെ അകത്ത് കയറൂലാന്ന്. റസൂൽ പറയുന്നുണ്ടല്ലോ, ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം, ചോര ചലിക്കുന്നിടത്തൊക്കെ പിശാച് ചലിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനൊരു സംഭവം ഇല്ല എന്ന് ജനങ്ങൾ പറയാണ്. അങ്ങനെ പറയാണെന്ന് പറഞ്ഞപ്പോൾ വാപ്പ മകനോട് പറയാണ്, അവൻ്റെ അകത്തുള്ള പിശാച്ചാണ് അവനെ കൊണ്ട് അത് സംസാരിപ്പിച്ചത്. എന്താ കേട്ടത്? ഈ പറഞ്ഞ വാക്ക് പറഞ്ഞവനുണ്ടല്ലോ, അവൻ്റെ അകത്തുള്ള പിശാച്ചാണ് അവനെ കൊണ്ട് ഈ വാക്ക് സംസാരിപ്പിച്ചത്. ഏത് വാക്ക്? ഹദീസ് നിഷേധം. മനസ്സിലായല്ലോ? അതാണ് സഹോദരന്മാരെ, സഹോദരികളെ. അപ്പോൾ ഇവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സയായി പറഞ്ഞതായ ചികിത്സകൾ അത് ഈത്തപ്പഴത്തിലൂടെയാവട്ടെ അല്ലാതെയാവട്ടെ ഫലിക്കണമെങ്കിൽ വിശ്വാസം വേണം. അതിൽ ഫലമുണ്ട് എന്ന വിശ്വാസം വേണം. അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ഫലിക്കും എല്ലാവർക്കും. അതിപ്പോൾ ഏത് ചികിത്സയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് ചികിത്സയാണെങ്കിലും 10 ആൾ ഹോസ്പിറ്റലിൽ പോയി, 3 ആൾ മരിക്കുന്നു, 7 ആൾ സുഖപ്പെട്ട് വരുന്നു, അല്ലേ? അത് സർവ്വസാധാരണയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ടൈം അവസാനിക്കാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച വിഷയത്തിൽ പറയാൻ ബാക്കിയുള്ള ഭാഗങ്ങളെ പരിപൂർണത നൽകാൻ വേണ്ടിയും പലരുടെ ആവശ്യാർത്ഥവും ഇവിടെ മദീനയിലുള്ളവർ മാത്രമല്ല മറ്റു നാടുകളിലുള്ള പലരുടെയും ആവശ്യാർത്ഥമാണ് ഈ വിഷയത്തിന് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപൂർണത നൽകിയത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഖുർആന് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ വഹയാണ്, അള്ളാഹുവിൻ്റെ വഹയാണ്. രണ്ടും അള്ളാഹുവിൻ്റെ വഹയാണ്. വ്യത്യാസം ഖുർആനിൽ അമാനുഷികത്വമുണ്ട്. അതിൻ്റെ ഉള്ളടക്കവും വാക്കും എല്ലാം ആരുടേതാണ്? അള്ളാഹിൻ്റെതാണ്. സുന്നത്ത് അഥവാ ഹദീസ് അതിൽ പല ഇനമുണ്ട്. ഒന്ന് റസൂലുള്ളാഹി പ്രവർത്തിച്ച് കാണിച്ചു തരുന്നത്, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പിന്നൊന്ന് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വെച്ചിട്ട് വല്ലതും ചെയ്യുമ്പോൾ റസൂലുള്ളാഹി അംഗീകരിക്കുന്നത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു സഹാബി വല്ലതും ചെയ്തു, റസൂലുള്ളാഹി അത് അംഗീകരിച്ചു, അപ്പോൾ അതെന്തായി? ഹദീസായി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, സഹാബാക്കൾ കണ്ടു, അതെന്തായി? ഹദീസായി. അപ്രകാരത്തെ റസൂലുള്ളാഹി വായ കൊണ്ട് പറഞ്ഞു, അതും എന്താണ്? ഹദീസാണ്. അപ്രകാരത്തെ റസൂലുള്ളാഹിൻ്റെ ഹിസ്റ്ററി, റസൂലുള്ളാഹിയിൽ നിന്നിട്ട് ജനങ്ങൾ റസൂലുള്ളാഹിന്റെ മുഖം, റസൂലുള്ളാഹിന്റെ മൂക്ക്, റസൂലുള്ളാഹിന്റെ കാത്, ഇതൊക്കെ സഹാബാക്കൾ കണ്ടു, അത് ക്രോഡീകരിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ മീതേ നിന്ന് ഇറങ്ങുന്നത് പോലെയുള്ള നടത്തമാണ്. ചന്ദ്രപ്രകാശം പോലെ, പരിപൂർണ ചന്ദ്രനെ പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖം. എപ്പോഴും പ്രസന്നതയുള്ള മുഖമാണ്. അവർ ദേഷ്യപ്പെടാറില്ല അവരുടെ സ്വന്തം പ്രശ്നത്തിന് വേണ്ടി, അവർ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ. അവരെപ്പോഴും പുഞ്ചിരി തൂകലാണ്. അവർ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൈ അവർ ഊരുന്നതല്ല, ഏതുവരെ സലാം കൊടുത്ത ആൾ ഊരുന്നത് വരേക്കും അവർ കാത്തിരിക്കും. അവർ അള്ളാഹ്ക്ക് വേണ്ടിയാണ് അവർ ജീവിക്കാറുള്ളത്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് അവർ മരിച്ചത്. അവരുടെ ജീവിത രീതിയിൽ, അവരുടെ മുഖഭാവം, അവരുടെ സംസാര ശൈലി അപ്രകാരം തന്നെ മുത്തുപോലെയാണ്. അവർ സംസാരിച്ചാൽ അവരുടെ സംസാരം കേൾക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ആസ്വദിച്ചിട്ട് ഇനി തീർന്നു പോകുന്നത് ഞങ്ങൾക്ക് തോന്നലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ തുടങ്ങിപ്പോയാൽ എന്നീ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹിയുടെ സീറയായി പറയപ്പെടുന്നത് അതെന്താണ്? ഹദീസാണ്. അതെന്താണ്? ഹദീസിൻ്റെ ഭാഗമാണ്. അത് സഹീഹായ റിപ്പോർട്ടിൽ കൂടി വന്നതാണെങ്കിലും അപ്രകാരം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണെങ്കിലും അവകളെല്ലാം ഹദീസാണെന്ന് നാം പറയുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ചിലർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, മരിച്ചവർക്ക്. അതുപോലെ തന്നെ ചിലർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ, നമ്മിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സേവിക്കാൻ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെയും രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. നമ്മോട് വസീയത്ത് ഒരുക്കും അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അള്ളാഹു നൽകട്ടെ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.